കിതാബോധി പഠിക്കാതെ ഇൽമു പഠിക്കാതെ ഈ പ്രസ്ഥാനത്തെ നേരിടാൻ വന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇത് ആലിമീങ്ങൾ നയിക്കുന്ന പ്രസ്ഥാനമാണ്, ഏതെങ്കിലും കുട്ടികൾ നയിക്കുന്ന പ്രസ്ഥാനമല്ല. അതുകൊണ്ട് ആലിമീങ്ങൾ നയിക്കുന്ന ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് നെഞ്ഞൂക്കൊണ്ടോ SK ആയാലും ശരി, അതിന്റെ മുതുതലയാണെങ്കിലും ശരി, കിതാബ് വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. തയ്യാറുണ്ട് പേരോട് കാഫി തയ്യാറാണ്, തയ്യാറാണ്. അതിന് ഞങ്ങളും നിങ്ങൾ പറഞ്ഞ ആലിന്യങ്ങളുണ്ട്, ഞങ്ങളെ മൂട്ടെ കൊല്ലാൻ ഞങ്ങളാരും വലക്കെടുക്കാറില്ല. ഞങ്ങൾ മതി. SKSSF എന്ന് പറഞ്ഞാൽ SKSSFന്റെ ഉപസമിതിയായ ഇസ്തിഖാമ തയ്യാറാണ്. പേരോട് തയ്യാറുണ്ടോ? വേണമെങ്കിൽ മലപ്പുറത്ത് വിട്ടാവാം, കോഴിക്കോട് വിട്ടാവാം, കാരന്തൂർ വിട്ടാവാം, സാക്ഷാൽ പേരോട് സക്കാഫിയുടെ പേരോട് നിങ്ങൾ തയ്യാറാണ്. നെഞ്ചൂക്കുണ്ടോ അല്ലേ? നമ്മൾ എത്ര പറഞ്ഞു നോക്കി, ഒരാള് തയ്യാറായിട്ടില്ല. നീ ഇവിടെ വെച്ച് വേണോ? ഇവിടുന്ന് റെഡിയാ. ഞങ്ങൾക്കിപ്പോ വെല്ലുവിളിച്ച് മടുത്തു, അതവർ ഇങ്ങനെ പറയണോ? എത്ര സ്ഥലത്ത് ഞങ്ങൾ ചോദിച്ചു, തയ്യാറുണ്ടോ? ഞങ്ങൾ ഓക്കെ, പക്ഷേ മുടിയെ കുറിച്ചായിരിക്കണം കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വരാൻ നിൽക്കണ്ട. ആ മുടിയെക്കുറിച്ചൊരു സംവാദം നടത്താൻ ഈ പ്രദേശത്തെ SSFകാർ തയ്യാറാണെങ്കിൽ ഞങ്ങൾ 1000 വട്ടം ഒരുക്കമാണ്. നിങ്ങൾ തയ്യാറുണ്ടോ? ഇവിടെ മുജാഹിദിന് ചോദിക്കാം, ജമാഅത്ത് ഇസ്ലാമിക്ക് ചോദിക്കാം, ഖാദിയാനികൾക്ക് ചോദിക്കാം, അതുപോലെ തന്നെ കാന്തൂർ വിഭാഗത്തിന് ചോദിക്കാം. ആര് ചോദിച്ചാലും പേര് പറയണം, നാട് പറയണം, സംഘടനയുമായി കൊണ്ട് ബന്ധമുണ്ടെങ്കിൽ ആ സംഘടനയുടെ പേരും പറയണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ മാന്യമായി ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അഭിനന്ദന ഉസ്താദുമാരെല്ലാവരും ഉണ്ട്, അവരൊക്കെ മറുപടി നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് മനസ്സിലായി ഹക്കിന്റെ കൂടെ നിൽക്കാനുള്ള സൗഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ വളരെ വിനയത്തോടുകൂടെ ഈ പരിപാടിയിലേക്ക് സംഘാടകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് മുനീർ എന്നാണ്. കുണ്ടൂരാണ് എൻ്റെ സ്ഥലം. മുനീർ എന്നാണ് എൻ്റെ പേര്. എനിക്ക് ഈ കാര്യത്തിൽ ഒരു പൊതുവായ സംശയമാണ് ഉന്നയിക്കാനുള്ളത്. സംശയം ചോദ്യമായിട്ട് തന്നെ സംഘടനാ ബന്ധമുണ്ട്, AP വിഭാഗത്തിന്റെ അനുഭാവിയാണ് എന്നുള്ളതാണ് എനിക്ക് അറിയാനുള്ളത്. ഈ നബിന്റെ മുടി വിവാദവുമായി ബന്ധപ്പെട്ട് നബിന്റെ മുടി സനതുള്ള ഒറിജിനലായിട്ടുള്ള മുടി ഈ ലോകത്ത് ഏത് സ്ഥലത്ത് ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ടുള്ള ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി, സനതുള്ള മുടി എവിടെ നിലവിലുണ്ട് എന്നാണ്. നിങ്ങൾക്ക് ലോകത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി സനദില്ലാത്ത മുടിയാണെന്ന് അഭിപ്രായം ഉണ്ടോ? നിങ്ങൾ പറഞ്ഞു AP ഉസ്താദിന്റെ കയ്യിലുള്ള മുടി. അതെ, AP ഉസ്താദ് ഒരു മുടി കൊണ്ടുവരികയാണെങ്കിൽ ആ AP ഉസ്താദ് അതിന്റെ സനത് ഹാജരാക്കണം. ഇവിടെ നമ്മുടെ ഈ വിഷയത്തിൽ ഒരു മാറ്റി തിരുത്തലുകൾ ശ്രമിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇവിടെ ലോകത്ത് അമേരിക്കയിലോ യൂറോപ്പിലോ അല്ലെങ്കിൽ തുർക്കിയിലോ വല്ല മുടിയുണ്ടെങ്കിൽ ആ മുടിയുടെ സനത് അതിന്റെ ആധികാരികത സമർപ്പിക്കാനുള്ള ബാധ്യത അവർക്കാണ്, ഞങ്ങൾക്കല്ല. ഞങ്ങൾ ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണ്, ഇത് റസൂലുള്ളാഹിന്റെ ഭക്ഷണമാണ്, ഇത് റസൂലുള്ളാഹ് ധരിച്ച വസ്ത്രമാണ് എന്നൊരു അവകാശവാദം ഞങ്ങളാരും ഉന്നയിച്ചിട്ടില്ല. ഇവിടെ 2005 ശേഷം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കേശമാണെന്ന അവകാശവാദവുമായിട്ട് അദ്ദേഹം വരികയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹമാണ് സനത് പറയേണ്ടത്. അദ്ദേഹം ലോകത്തിന്റെ മറ്റു മുടികൾ ഒരു സനതും പറയേണ്ട, അതിന്റെ ബാധ്യത അദ്ദേഹത്തിനില്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് വേലൂരിലെയോ ഹസ്രത്ത് ബാലിലെയോ അതല്ലെങ്കിൽ തുർക്കിയിലെയോ മറ്റു കേന്ദ്രങ്ങളിലെയോ ഒരു മുടിയുടെയും സനത് പറയാനുള്ള ബാധ്യത കാന്തപുരം ഉസ്താദിനില്ല. ഞങ്ങൾ ആരും അത് ചോദിച്ചിട്ടില്ല. അത് ആ ചോദ്യം വ്യർത്ഥമാണ്. ആ ചോദ്യം വ്യർത്ഥമാണ്. ഏത് നിലയ്ക്ക് കാന്തപുരത്തോട് തുർക്കിയിലെ മുടിയുടെ സനത് ചോദിക്കുന്നത് വ്യർത്ഥമാണ്. ഒരു കാര്യമില്ല. കാന്തപുരത്തിനോട് തുർക്കിയിലുള്ള മുടിയുടെ സനത് ചോദിക്കുന്നതിന് ഒരു അർത്ഥമില്ല. അതേ സമയത്ത് ഒരു സുപ്രഭാതത്തിൽ കേൾവിയില്ലാത്ത 1400 കൊല്ലത്തെ ഇസ്ലാമിക പാരമ്പര്യമുള്ള കേരളത്തിലേക്ക് ഒരു തിരുകേശം കൊണ്ടുവന്ന കാന്തപുരം അദ്ദേഹത്തിന്റെ മുടിയുടെ സനത് പറയുക തന്നെ വേണം. അത് ഞങ്ങളല്ലേ പറഞ്ഞത്, അദ്ദേഹം തന്നെ വളരെ കൃത്യമായിട്ട് മർക്കസിലുള്ള സമ്മേളനത്തിൽ പറഞ്ഞു ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ് എന്ന തെറ്റായ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതാ പിടിച്ചോ സനത്.
എന്നിട്ട് പറഞ്ഞു ബാപ്പമാരിലൂടെ മശായിഖുമാരിലൂടെ ഉസ്താദുമാരിലൂടെ കൈമാറിപ്പോന്ന സനദിത ഞങ്ങൾ ഹാജരാക്കിയിരിക്കുന്നു. കള്ള സനതായിരുന്നത്. അയാൾ ആ പറഞ്ഞ സനത് ലോകത്തില്ലാത്ത സനതാണത്. കള്ള സനത്, നിർമ്മിച്ച സനത്, വ്യാജ സനത്. ആ റസൂലുള്ളാഹിയുടെ പേരിൽ മഹാന്മാരായ ഖാദിരിയ മശായിഖുമാരെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ അദ്ദേഹം വഞ്ചിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹം കൊണ്ടുവന്ന മുടിയുടെ സനത് അദ്ദേഹം പറയണം. തുർക്കിയിലുള്ള മുടിയുടെ സനത് അത് തുർക്കിക്കാർ പറഞ്ഞോട്ടെ, അത് ഞങ്ങളോടാ ചോദിക്കുക. ഞങ്ങൾ ആരും ഇവിടെ മുടി കൊണ്ടുവന്നിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ബാധ്യതയില്ലാത്ത, ഉത്തരവാദിത്തമില്ലാത്ത ഒരു ചോദ്യമാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് താങ്കളുടേത് മാത്രമുള്ള ചോദ്യമല്ല. ഈ ചോദ്യം ഒരുപാട് തവണ നിങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഒരു അർത്ഥശൂന്യമായ ചോദ്യമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ മറുപടിയിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗം പറഞ്ഞു. ഈ ലോകത്ത് AP കൊണ്ടുവന്നതിന് AP മറുപടി പറയണം, അത് ഉത്തരം തന്നെയാണ്. EK വിഭാഗം ഈ ലോകത്തിൽ ഏതെങ്കിലും മുടിയെ ഏതെങ്കിലും സ്ഥലത്തുള്ളത് അംഗീകരിക്കുന്നുണ്ടോ? ഒരു ചോദ്യം. അങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് സനത് നോക്കിയിട്ടാണോ ഇതുവരെ അംഗീകരിച്ചത്? ബാക്കിയാത്ത് സോലിയാത്തിൽ നിന്നും മുടി കൊണ്ടുവന്ന് ഇവിടെ റഹ്മത്തുള്ള കാസിമി മുത്തേടം വെള്ളം വിതരണം ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയുന്നതാണ്. ബാക്കിയാത്ത് സോലിയാത്തിലെ മുടി അതിന്റെ സനത് പരിശോധിച്ച് അത് തീരുമാനമെടുത്തതിന് ശേഷമാണോ ഈ വെള്ളം കൊടുത്തത്? നിങ്ങളുടെ പ്രയോഗത്തിൽ ഒരു വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ബാക്കിയാത്ത് സ്വാലിഹാത്തിലുള്ള മുടി ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ പറഞ്ഞതെന്താ? ബാക്കിയാത്ത് സ്വാലിയുള്ള മുടി ഇവിടെ കൊണ്ടുവന്നു എന്നാ പറഞ്ഞത്. അത് ചിലപ്പോ നാക്കുപിളവ് സംഭവിച്ചതായിരിക്കും. അത് പറയുമ്പോഴുള്ള നാക്കുപിളവയാണ്. അങ്ങനെ പറയരുത്. ബാക്കിയാത്ത സ്വാലിഹാത്തിലോ വേലൂരിലോ ഉള്ള മുടി റഹ്മത്തുള്ള കാസിമി ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അല്ല, വേലൂരിലുള്ള ഈ മുടിക്ക് സനദുണ്ട് എന്ന് 1964 സുന്നി ടൈംസ് വളരെ കൃത്യമായിട്ട് അത് പരിശോധിച്ച് രേഖപ്പെടുത്തിയത് ഞങ്ങൾ മലപ്പുറത്ത് വായിച്ചു കാണിച്ചെന്നില്ലേ? 1964 സുന്നി ടൈംസ് വിഭജനത്തിന് മുമ്പുള്ള, അല്ലെങ്കിൽ പിളർപ്പിന് മുമ്പുള്ള, അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടതിന് മുമ്പുള്ള ആധികാരികമായ രേഖയാണല്ലോ. അന്നത്തെ പണ്ഡിതന്മാർ കൃത്യമായി ആ ലേഖനം എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചല്ലോ. ആ മുടിക്ക് സനദുണ്ട് എന്ന് അവിടെ കണ്ട് ബോധ്യപ്പെട്ട ആളുകളോട് എഴുതി വന്നല്ലോ. മാത്രവുമല്ല, നൂറ്റാണ്ടുകളായിട്ട് ഇസ്ലാമിക സമൂഹത്തിൽ പ്രസിദ്ധപ്പെട്ട് അംഗീകരിച്ചു പോരുന്ന ഒരു കേസം, അത് ഇസ്ലാമിൽ അംഗീകൃതമായ ഒരു സനദ് തന്നെയാണ്. ഇസ്ലാമിക സമൂഹം നൂറ്റാണ്ടുകളായി അനേക കാലമുള്ള ഉലമാക്കളുടെ അറിവോടെയും സമ്മതത്തോടെയും ആശീർവാദത്തോടെയും അംഗീകാരത്തോടെയും നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ അംഗീകരിച്ചു പോന്ന ഒരു മുടിയാണെങ്കിൽ ആ മുടിയുടെ സനത് നമ്മൾ എന്തിനാ പരിശോധിക്കേണ്ട ആവശ്യം? അത് പരിശോധിക്കേണ്ടവർ പരിശോധിച്ചിട്ടുണ്ട്. കണ്ടോ? സുന്നി ടൈംസ് 1964 സുന്നി ടൈംസ് ആണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഇതിലെന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇപ്പോൾ സൂക്ഷിക്കുന്ന ആൾ വരെ പ്രസ്തുത കേശം വന്നു ചേർന്ന സനദും പരമ്പര ഇവരുടെ വശം സൂക്ഷിച്ചു വരുന്നുണ്ട്. 1964 ഇവിടെ AP വിഭാഗം പുറത്തു പോകുന്നതിന് മുമ്പ് അന്ന് സദഖത്തുള്ള മുസ്ലിയാർ വരെ ഉള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലുള്ള അക്കാലത്തുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കുന്ന സുന്നി ടൈംസ് എന്ന സമസ്തയുടെ മുഖപത്രത്തിൽ അതിന്റെ 17/64 അതിന്റെ 10ാമത്തെ പേജിൽ കൃത്യമായിട്ട് അതിന്റെ സനദ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് അവിടെ പോയി മനസ്സിലാക്കിയ ആളുകൾ രേഖപ്പെടുത്തി കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് കേരളീയ സമൂഹത്തിന് മനസ്സിലാക്കി തന്ന ശേഷമാണ് വെല്ലൂരിലുള്ളത്. ആ വെല്ലൂരിലുള്ള ആ മുടിയിട്ട വെള്ളമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആ വെള്ളമാണ് ആളുകൾക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞതുപോലെ മുടി ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അത് ഒരുപക്ഷെ നാക്കിപ്പിഴ സംഭവിച്ചതായിരിക്കാം. അപ്പോൾ വേലൂർ എന്ന് പറയുന്നത് അവിടെയുള്ള കേശം നൂറ്റാണ്ടുകളായിട്ട് വലിയ വലിയ ആലിമീങ്ങൾ അംഗീകാരം നൽകിയ ഒരാശയമാണ്. ഇനി അതിന്റെ സനദിന്റെ പിന്നാലെയല്ല ഞങ്ങൾ പോകുക. അതേ സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഒരു യാദൃശ്ചികതയിൽ കള്ള സനദും വായിച്ചിട്ട് ഖാദിരിയ മശായിഖുമാരെ ഇതിനു വേണ്ടി ദുരുപയോഗം ചെയ്തുകൊണ്ട് വ്യാജ സനദുണ്ടാക്കിയിട്ട് ഇവിടെ വായിച്ചു അല്ലേ? ബാപ്പമാരിലൂടെ മശായിഖുമാരിലൂടെ കിട്ടിപ്പോന്ന സനദ് ഇവിടെ വായിച്ചു എന്ന് കാന്തപുരം ഉസ്താദ് തന്നെ മർക്കസ് പറഞ്ഞത് അത് സനദായിരുന്നോ? അത് സനദല്ല, അത് നസബയാണ് എന്നാണ് പേരോട് പിന്നീട് തിരുത്തിയത് കാന്തപുരത്തെ. ഇതേപോലെ തിരുത്താനും വളച്ചൊടിക്കാനും ഉള്ളതാണോ റസൂലുള്ളാഹിന്റെ കേസും? നിങ്ങളെ താല്പര്യത്തിന് വേണ്ടി വിതരണം കൈകാര്യം ചെയ്യാനുള്ളതാണോ റസൂലുള്ളാഹിന്റെ കേസും? അല്ലല്ലോ. നിഷ്പക്ഷമായിട്ട് എന്റെ സുഹൃത്ത് ചിന്തിക്കണം.
ഞാൻ ഒരിക്കലും നിങ്ങൾ ആക്ഷേപിക്കല്ല, നിങ്ങൾ ആക്ഷേപിക്കാൻ എനിക്ക് അർഹതയുമില്ല. പക്ഷേ ഇത് എന്റെയും നിങ്ങളുടെയും തറവാടിന്റെ കാര്യമല്ല പറയുന്നത്. ഈ വിഷയമെന്ന് പറയുന്നത് പുണ്യ നബിയെ സംബന്ധിച്ചുള്ള വിഷയമാണ്. പുണ്യ നബിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യം ഇവിടെ, ആ കാര്യത്തിന്റെ സനത്, അതിന്റെ അടിസ്ഥാനം, അതിന്റെ ആധികാരികത ബോധ്യപ്പെടാതെ ഒരിക്കലും ഞാനും നിങ്ങളത് സ്വീകരിക്കരുത് സഹോദര. ഈമാനെ ബാധിക്കുന്ന കാര്യമാണ്. ഒരിക്കലും എ പി ഉസ്താദിനെ വ്യക്തിപരമായി വിമർശിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിനെ ദുരുപയോഗം ചെയ്തതിൽ ഞങ്ങൾക്ക് കടുത്ത അമർഷമുണ്ട്. അതൊരിക്കലും പാടില്ലായിരുന്നു. അദ്ദേഹം അത് എവിടുന്നാണോ കിട്ടിയത് അവിടെ തിരിച്ചേൽപ്പിക്കുക, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വിഷയം ഇത്ര വിവാദമാവുന്നതിന് മുന്നേ 5 വർഷം മുന്നേ തന്നെ കാന്തപുരം മർക്കസിൽ തിരുകേസം വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ഈ വിവാദം തുടങ്ങുന്നത് വരെ ഒരു ആളുകളും അതിനെപ്പറ്റി ആക്ഷേപമോ മറ്റോ ഉന്നയിക്കുകയോ ഉണ്ടായതായിട്ട് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ തിരുകേശപ്പള്ളി എന്ന ഒരു പള്ളി വന്ന ആ ഒരു ആശയം വന്നതിന് ശേഷമാണ് ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർ ഇറങ്ങിയത് എന്നുള്ള ഒരു അറിവാണ് എനിക്കുള്ളത്. ആയിക്കോട്ടെ. അപ്പൊ തിരുകേശപ്പള്ളിയുമായിട്ട് എ പി വന്നപ്പോഴാണ് പണ്ഡിതന്മാർ ഇതിനെ വിമർശിക്കാൻ തുടങ്ങിയത്. തിരുകേശപ്പള്ളി ഇപ്പൊ ഉണ്ടോ? അല്ല, തിരുകേശപ്പള്ളി ഇപ്പൊ എ പി ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, പള്ളി വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, എ പി ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? എ പി ഇപ്പൊ പറയുന്നത് അങ്ങനെ ഒരു പള്ളിയേ ഇല്ല, കള്ളം പറയുന്നു. തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടൊരു വലിയ പള്ളിന്റെ ഫോട്ടോ നമ്മളൊക്കെ ഫേസ്ബുക്കിലും മൊബൈലൊക്കെ അല്ലേ ഇപ്പൊ പറയുന്നത്. 40 കോടിയുടെ തിരുകേശപ്പള്ളി ഇല്ല. അതാ കാണുന്നു ഷൈറെ മുബാറക്ക് മസ്ജിദ്. ഇനി അങ്ങനെ പള്ളിയേ ഇല്ല, അതിന് പിരിവും നടത്തിയിട്ടില്ല. നഊദുബില്ല. പച്ചക്കള്ളം 5 കൊല്ലം കഴിഞ്ഞപ്പോഴത്തിന് പച്ചക്കള്ളം നേരെ അട്ടിമറിഞ്ഞു. എന്റെ സഹോദര, മർക്കസ് ഉസ്താദ് ഒരു കേസം സൂക്ഷിച്ചു എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. അത് തിരുകേശമാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളീയ മുസ്ലിം സമാജത്തിനിടയിൽ പ്രചണ്ഡമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി, പിരിവുകൾ നടക്കാൻ തുടങ്ങി. ഷൈറെ മുബാറക്ക് മസ്ജിദ് എന്ന പേരിൽ വലിയൊരു സമുച്ചയത്തിന്റെ നിർമ്മാണത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങി. 100 കൊല്ലം കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് ഉത്തരമേതും ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദിന്റെ ശില്പിയായ ചരിത്രത്തിൽ സങ്കലിപികളിൽ എഴുതപ്പെടും, അത് കാന്തപുരം ഉസ്താദാണ് എന്നിങ്ങനെ. റസൂലുള്ളാഹിന്റെ തലയിൽ നിന്നൊരു മുടി, അവിടുത്തെ താടിയിൽ നിന്ന് മറ്റൊരു മുടി, റസൂലുള്ള വരത്തെ കയ്യിൽ നിന്ന് വേറൊരു മുടി എന്നിങ്ങനെ പറഞ്ഞിട്ട് ജനമധ്യത്തിൽ നിഷിദ്ധമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തം എന്താ? പണ്ഡിതന്മാരൊക്കെ കേട്ടിട്ട് മിണ്ടാതെ കുത്തിരിക്കുക. ഇതാണോ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ സ്വഭാവം? ഈ കള്ളത്തരത്തെ പൊതുജനമധ്യത്തിൽ തുറന്നു കാണിക്കേണ്ടതല്ലേ? അല്ലേ? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ സംവാദത്തിന് തയ്യാറാകുന്നില്ല? എന്നോട് അഷ്റഫിനോടൊന്നും പറയണ്ട. ഞങ്ങൾ ഒരുപാട് വേദിയിൽ വെല്ലുവിളിച്ചതാണ്, ഒരുപാട് സ്ഥലത്തേക്ക് ഞങ്ങൾ കത്തുകൾ കൊടുത്തതാ, സംവാദത്തിന്റെ വ്യവസ്ഥയിൽ ഇരുന്നതാ. എന്തേ ആ വ്യവസ്ഥയിൽ നിന്നൊക്കെ ഒളിച്ചോടിയത്? മർക്കസിലുള്ള കേശം എന്ന് പറയുന്ന കേശത്തെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവരുടെ ചോദ്യം എന്താ അറിയോ? തുർക്കിയുള്ള കേശത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? അല്ലേ? അങ്ങനെയല്ലേ ഒളിച്ചു മാറിയത്? അങ്ങനെയല്ലോ ഒഴിഞ്ഞു മാറിയത്? അവനവൻ കൊണ്ടുവന്ന് ഞാനൊരു ഒരു സാധനം നിങ്ങൾക്ക് കൊണ്ടുവരാം, ഒരു കേശം. ഇതാ റസൂലുള്ളാഹിന്റെ കേശം. ഒരല്പ ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂലെ ഇത് എവിടുന്ന് കിട്ടിയെന്ന്? ഞാൻ പറയാൻ ബാധ്യസ്ഥനല്ലേ? എനിക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയെന്ന്. അയാൾക്ക് എവിടുന്ന് കിട്ടി? അയാൾക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടി. അത് ഞാൻ പറയേണ്ടതല്ലേ? അതൊന്നും ഞാൻ പറയില്ല, അതൊന്നും ഞാൻ പറയില്ല. അത് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം തുർക്കിക്കാർ പറയട്ടെ. അതേ പറയണ്ടത്? എന്തൊരു ധിക്കാരാണ് ഈ പറയുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, മർക്കസിൽ അങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ ആരും ചോദിക്കാൻ വരുമായിരുന്നില്ല. പക്ഷേ ആദ്യം സിറാജിൽ ചെറിയൊരു ന്യൂസ്, പിന്നെ കുറച്ച് വലിയ ന്യൂസ്, പിന്നെ അങ്ങനെ പ്രചരിക്കാൻ തുടങ്ങി. പിന്നെ തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം എന്ന 40 കോടിയുടെ പള്ളിയുടെ പിരിവുമായിട്ട് ഇവരിറങ്ങി. പണ്ഡിതന്മാർ മിണ്ടാതിരിക്കണമെന്ന? പണ്ഡിതന്മാർ പ്രതികരിക്കും. ഈ കള്ളത്തരത്തെ പുറത്തു കൊണ്ടുവരുവാനുള്ള ഈ ജിഹാദിൽ പണ്ഡിതന്മാരും പൊതുജനങ്ങളും അണിനിരന്നു. ഇന്ന് വരെ അതിന്റെ ആധികാരികത പറയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല,
AP അബൂബക്കർ മുസ്ലിയാരുടെ സ്വന്തക്കാരായ ആളുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നിട്ട് ഇപ്പൊ പറയുന്നു അത് വ്യാജ സനതുണ്ടാക്കിയ മുടിയാണ് അല്ലേ? പുറത്ത് പറയാൻ തുടങ്ങിയില്ലേ? ജിഷാൻ മാഹി പറഞ്ഞില്ലേ? മറ്റുള്ള ആളുകൾ പറഞ്ഞു. നൗഷാദ് ഹസനി പുറത്ത് പറഞ്ഞില്ലേ? നൗഷാദ് ഹസനിയുടെ CD-യിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ ചുരുക്കത്തിൽ എന്റെ സഹോദരങ്ങളെ, ഒരിക്കലും ഇത് ഒരു കാന്തപുരത്തിന്റെ വൈയക്തികമായ പ്രശ്നത്തെ കുറിച്ചല്ല. ചുരുക്കത്തിൽ കാന്തപുരത്തിന്റെ ശരീരത്തിലെ മുടിയെ സംബന്ധിച്ചല്ല ചർച്ച. മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട തിരുമുടി എന്റെ കയ്യിലുണ്ടെന്നുള്ള തെറ്റായ കള്ളവാദത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ബാധ്യത പണ്ഡിതന്മാർക്കു മാത്രമല്ല, ഒരൽപ്പം ഈമാൻ അവശേഷിക്കുന്ന എല്ലാ സത്യവിശ്വാസികൾക്കുമുള്ളതാണ്. അതിന്റെ സത്യവിശ്വാസികൾ മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിഷയത്തില് ഞാൻ AP ഉസ്താദിന്റെ അനുഭാവി എന്ന് പറഞ്ഞത് കൊണ്ട് ആ വിഭാഗത്തിന് മൊത്തത്തിൽ ആയിട്ടുള്ള ഈ ഒരു അഭിപ്രായം, AP ഉസ്താദ് ഞാൻ കാണുന്ന ചെറുപ്പം മുതൽ വളരെ ചെറുപ്പം മുതൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാനായ വ്യക്തിയാണ് എന്നാണ് ഞങ്ങൾക്കെല്ലാം അഭിപ്രായം. ഇത്തരം ഒരു വ്യക്തി ഒരു മുടി കൊണ്ടുവന്നിട്ട് ഇതിന്റെ പേരിൽ കാശുണ്ടാക്കേണ്ടയോ അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും ഒരു പ്രവർത്തനത്തിലൂടെ ഇത് നബിന്റെ മുടിയാണെന്ന് പ്രചരിപ്പിച്ച് കാശുണ്ടാക്കേണ്ട ആവശ്യം AP ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ഇല്ല. അപ്പോ AP ആ മുടിയുടെ വിഷയത്തില്, നബിയുടെ മുടിയുടെ വിഷയത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെ വിശ്വസിച്ച സ്ഥിതിക്ക് നബിന്റെ മുടിയാണ് ഇത് എന്ന് പറഞ്ഞ് AP ഉസ്താദ് വിശ്വസിച്ച സ്ഥിതിക്ക് ഇസ്ലാമിക വിശ്വാസ പ്രകാരം AP ഉസ്താദിനുള്ള കടമ എന്താണെന്ന് വെച്ചാൽ അത് സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിലപ്പുറം ഒന്നും ചെയ്യാനില്ല. APക്ക് അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പണ്ഡിതന്മാരിരുന്ന് ഈ വിഷയത്തിൽ ചർച്ച നടത്തി അങ്ങനെ തിരുത്തുകയാണ് വേണ്ടത്. ആ വിശ്വാസം മാറാത്തിടത്തോളം കാലം ഇങ്ങനെയുള്ള ചർച്ചകൾ ഇനിയും തുടർന്നു കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇതിൽ അഭിപ്രായം. ഇതിന് മറുപടിന്റെ മുന്നേ ഞാൻ ഈ ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ നിർത്തും. എത്രയും ചോദിക്കണം, ഒന്നുമല്ല, എത്രയും ചോദിച്ചോളൂ. ഇവിടെ പ്രശ്നമേ അല്ല. പെർമിഷൻ അനുവദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആരാടൻ ഇടപെടാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും പോകാം. പ്രശ്നമില്ല. ആരാടാണ് പറയാനുള്ള കാരണം അറിയോ? ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കുറച്ചുണ്ട് മൂർച്ചിച്ച് വരുമ്പോഴേക്കും മറ്റുള്ള ഫോൺ വരും. പെണ്ണുക്ക് ഫോണുമായിരിക്കും, സ്വാഭാവികമാണ്. ഇരിക്കട്ടെ. അദ്ദേഹം ചോദിച്ചത് ഉസ്താദിന് വിശ്വാസമുണ്ട്. നമ്മൾ പറയുന്നത് കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ച് അദ്ദേഹം സ്വന്തമായിട്ട് കൊണ്ടുനടക്കുന്ന നമുക്ക് ഒരു പ്രശ്നമില്ല. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതാണ്, അദ്ദേഹം കൊണ്ടുനടക്കണം, നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ മറ്റുള്ളവർ അതിന് ഉപയോഗപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവരോട് അതിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ, അതിന്റെ പേരിൽ പിരിവ് നടത്തുമ്പോൾ ഇത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കൽ അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്. എന്തുകൊണ്ട്? സ്വന്തമായിട്ട് വിശ്വസിക്കണമെങ്കിൽ സനദിന്റെ ആവശ്യമില്ല. അത് നമ്മളല്ല പറഞ്ഞ പേരോട് ധർമ്മസക്കാഫി. സ്വന്തമായിട്ട് ആൾ കൊണ്ടുനടക്കാതെ കുഴപ്പമില്ല. പേരോട് ധർമ്മസക്കാഫി പറഞ്ഞു, എന്താ കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ മുടിയുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചിരുന്നു, കാരണം എന്റെ സ്വന്തം കാര്യമാണ്. പക്ഷേ കർണാടകയിലെ പുത്തൂരിൽ പ്രോഗ്രാം ഉണ്ടായപ്പോൾ അവിടെ പോയത് ജനങ്ങളെ മുന്നിൽ പറയണമെങ്കിൽ എനിക്കിത് ബോധ്യപ്പെടണമല്ലോ, സനത് ബോധ്യപ്പെടണമല്ലോ. അതുകൊണ്ട് ഞാൻ സനത് ചോദിച്ചുപോയി. ആര് പറയുന്നു? പേരോട് ധർമ്മസക്കാഫി, നമ്മളല്ല. പേരോട് ധർമ്മസക്കാഫി പറയുന്നു എന്റെ സ്വന്തം കാര്യത്തിന് വിശ്വസിച്ചിരുന്നു, പക്ഷേ പുത്തൂരിൽ ഒരു പ്രോഗ്രാം ഉണ്ടായപ്പോ കർണാടകയിൽ ഇത് പറയണമെങ്കിൽ എനിക്കത് ബോധ്യപ്പെടണമല്ലോ, അതുകൊണ്ട് ഞാൻ കണ്ടുപോയി ബോധ്യപ്പെട്ടിട്ടാണ് പറഞ്ഞത്. ഞാൻ പറയണ്ട, പേരോട് ധർമ്മസക്കാഫി പറയട്ടെ. ജീവിതത്തിൽ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതേ ധീരമായി പറഞ്ഞിട്ടുള്ളൂ, ധൈര്യത്തോടെ പറയാം. ഇത് കളവാണെന്ന് ഉറപ്പിച്ചും പറയാം, അത് വേറെ കാര്യം. ാണെന്ന് ബോധ്യപ്പെട്ടതേ എതിർത്തിട്ടുള്ളൂ, ധൈര്യത്തോടെ പറയാം. മഹാനായ ഉസ്താദ് അവരുടെ അടുക്കൽ ഒരു ദിവസം ഞാൻ പ്രത്യേകമായി പോയി. കാരണം മർക്കസിൽ ഒരു ഷെയർ മുബാറക് ഉണ്ടെന്ന് കേട്ടു. ആ ഷെയർ മുബാറക് ഞാൻ കണ്ടു എന്ന് മാത്രമല്ല, ബഹ്റൈനിലും മക്കയിലും അതുപോലെ തുടങ്ങി ഒരുപാട് സ്ഥലത്തുള്ള മഹാപണ്ഡിതന്മാർ അതിന്റെ ചുറ്റുഭാഗത്തിരുന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുമ്പോ, മദ്ഹ് പാടുമ്പോ, അതുപോലെ സയ്യിദ് മുഹമ്മദ് അലവിൽ മാലിക്കിയെ പോലുള്ള ലോകം അംഗീകരിച്ച പണ്ഡിതന്മാർ അതിനെ ആദരിക്കുമ്പോ അത് വിശ്വസിച്ചുകൊണ്ട് ഞാനും ആ മഹാന്മാരിരുന്ന് മദ്ഹ് പറയുന്ന സദസ്സിൽ രാത്രി ഏകദേശം 3 മണി സമയത്ത് ഇരുന്ന് മൗലിദ് ഓതിയത് എനിക്ക് ഓർമ്മയിലുണ്ട്. പക്ഷേ
അത് എന്റെ സ്വന്തം വിശ്വാസത്തിനാണ്. ഉണ്ടോ എന്താ പറഞ്ഞത്? അതെന്റെ സ്വന്തം വിശ്വാസത്തിനാണ്. ഇനിയോ പറയട്ടെ. കന്നഡയിൽ കർണാടകയിലെ പുത്തൂരിൽ അതിനെക്കുറിച്ചൊരു പ്രശ്നം നടത്താൻ പോകേണ്ട ആവശ്യം വന്നു. അന്ന് ഞാൻ ഉസ്താദിനോട് അതിന്റെ സെനതൊന്ന് കാണാൻ വേണ്ടി ഞാൻ മർക്കസിലേക്ക് പോയി. കണ്ടോ എന്താ പറഞ്ഞത്? കർണാടകയിൽ പുത്തൂരിൽ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ എനിക്ക് പോയി പറയണമെങ്കിൽ എനിക്കത് ബോധ്യപ്പെടണം. അപ്പൊ ഞാൻ സ്ഥാനത്തേക്ക് പോയി തന്നെ സനത് ചോദിച്ചു പോയി. ചെന്നപ്പോഴോ ചെന്ന ഉടനെ അതാ ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിച്ചു മറ്റ് വിദേശ പ്രതിനിധികളുമുണ്ട്. അത് കഴിഞ്ഞ് റൂമിലേക്ക് ഞാൻ കയറിയത് അതിന്റെ സനത് ചോദിക്കാനാണ്. എന്തിന്? സനത് ചോദിക്കാൻ. ഇപ്പൊ പറയണെന്താ? പറയണെന്താ? സനത് ചോദിക്കേണ്ടതല്ല. പേരെടുത്ത് അന്ന് പോയതിനാ സനത് ചോദിക്കാൻ. ചെന്നപ്പോഴോ ഉസ്താദ് എങ്ങോട്ടാ പോയി? ഉസ്താദ് നേരെ ബാത്റൂമിലേക്ക് പോയത് കൊണ്ട് അവിടെ കണ്ണാടിയിലാക്കി വെച്ച ഒരു കണ്ണാടിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദാ ശരീഫിന്റെ ചിത്രം കണ്ടപ്പോ ഞാൻ അതൊന്ന് വെറുതെ നോക്കാൻ വേണ്ടി അടുത്തു ചെന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക് ഉസ്താദ് അവർക്ക് ബറക്കാത്തി സയ്യിദന്മാര് മുഖേന കിട്ടിയ സനദ് അച്ചടിച്ചിട്ട് കണ്ണാടിയിലാക്കി വെച്ചതാ കണ്ടത്. ആ റൂമിൽ നിറങ്ങി ഉസ്താദ് ചോദിച്ചു, എന്തിനാ പേരോടെ വന്നത്? ഞാൻ പറഞ്ഞു, വന്ന കാര്യം എനിക്ക് കിട്ടി. എന്തിനാ പോയത്? സനത് ചോദിച്ചു പോയതാണ്. പിന്നെ ആ കാണിച്ച സനത് വ്യാജമാണ് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ചർച്ചയില്ല. അത് ആ സനത് ഉണ്ടാക്കിയ ആളുകൾ തന്നെ പറഞ്ഞ വ്യാജമാണ്. അപ്പൊ സനത് വേണമെന്നും മറ്റുള്ളവർ മുമ്പിൽ പറയണമെങ്കിൽ സനത് വേണമെന്നും പറഞ്ഞത് ഞങ്ങളല്ല, സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയ. പിന്നെ നിങ്ങൾ പറഞ്ഞെന്താ? ഉസ്താദിനെ കുറിച്ച് മനസ്സിലാക്കിയത്തോളം ഉസ്താദ് വിശ്വസ്തനാണെന്നല്ലേ. ഉസ്താദിന് ഒരു തട്ടിപ്പ് കാണിച്ചു തരാം. ഏറ്റവും അവസാനത്തെ ലൈഫ് തട്ടിപ്പ് അത് കാണിച്ച തീരുമല്ലോ. ഉസ്താദിനെ കുറിച്ച് നല്ല വിശ്വാസം ഉണ്ടെന്ന സഹോദരൻ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുന്നില്ല. ഇപ്പൊ ഏറ്റവും പുതിയ തട്ടിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? കുറ്റിപ്പുറത്ത് അബ്ദുന്നൂറിന്റെ തട്ടിപ്പറിയാത്തവരില്ലല്ലോ. അബ്ദുന്നൂർ പാവപ്പെട്ട സക്കാഫികളിൽ നിന്ന്, പാവപ്പെട്ട SSFകാരിൽ നിന്ന് 5000, 50,000, 1 ലക്ഷവും 2 ലക്ഷവും വാങ്ങി കോടികൾ സമ്പാദിച്ചു. എന്നിട്ട് അബ്ദുന്നൂർ മുങ്ങിപ്പോയി. അതിന് അബ്ദുന്നൂറിനെ മാത്രം കുറ്റപ്പെടുത്തിയ കാര്യമില്ല. ആ കാണുന്ന തലയിൽ കെട്ടിയ വ്യക്തിയാണ് അബ്ദുന്നൂർ. ആരാണ് അദ്ദേഹം? കാന്തപുര വിഭാഗത്തിന്റെ അഖിലേന്ത്യാ ഓർഗനൈസ് സെക്രട്ടറിയാണ് സാക്ഷാൽ അബ്ദുന്നൂർ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അഖിലേന്ത്യാ ഓർഗനൈസ് സെക്രട്ടറിയാണ് അബ്ദുന്നൂർ. അബ്ദുന്നൂറിന്റെ ഓഫീസിൽ കാന്തപുരം ഉസ്താദ് ഇരിക്കുന്നു. അബ്ദുന്നൂർ നല്ല അതവുള്ള കുട്ടികളെ പോലെ ഉസ്താദിന്റെ മുന്നിൽ നിൽക്കുന്നു. സഹോദരൻ ചോദിച്ചാൽ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് കാണിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ ഒന്നുകൂടി ചോദിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഏതായാലും അബ്ദുന്നൂർ ഉസ്താദിന്റെ മുമ്പിൽ വളരെ അതബോടോടെ നിൽക്കുന്നു. എന്നിട്ട് ഈ അബ്ദുന്നൂറിനെ പിടികൂടിയപ്പോ പത്രക്കാർ ചോദിച്ചു, അബ്ദുന്നൂറുമായിട്ട് താങ്കൾക്ക് ബന്ധമില്ലേ? ആ പ്രതിയുമായിട്ട് ബന്ധമില്ലേ? ഉസ്താദിന്റെ മറുപടി എന്താ? ഞാൻ അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ ചോദിക്കട്ടെ, ഒരു അഖിലേന്ത്യാ സെക്രട്ടറിക്ക് നിങ്ങളെ പേരെന്തായിരുന്നു? മുനീർ ഒന്നും കിട്ടുന്നുണ്ട്. ഒരു അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ട്. ഏത് സെക്രട്ടറിക്കും അതിന്റെ താഴെ പ്രവർത്തിക്കുന്ന ആൾ അറിയില്ല, സ്വാഭാവികം അറിയില്ലേ? ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ ഞാൻ അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. നിങ്ങളെ വിശ്വാസം എത്രത്തോളം ഒന്നുകൂടി ഉസ്താദിലൂടെ മൂലമാക്കണം പറ്റി തെളിവാ കേട്ടോ. എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. ഉസ്താദ് ഇരിക്കുന്നതും അബ്ദുന്നൂർ നിൽക്കുന്നതും നോക്കാം. ഉസ്താദ് ഒന്നുകൂടി പറയാം. എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. കണ്ടോ? എനിക്ക് അങ്ങനെ ആളെ തന്നെ അറിയില്ല. അപ്പൊ പത്രപ്രവർത്തകർ ചോദിച്ചു, നമ്മളെ കുറ്റിപ്പുറത്ത് അബ്ദുന്നൂർ. ആ ഉസ്താദിക്ക് കുറ്റിപ്പുറ എവിടെയാണ്? ഞാൻ ചോദിക്കട്ടെ മുനീറിനോട്, ഉസ്താദിന് കുറ്റിപ്പുറ അറിയില്ലേ? ഒന്ന് മേക്കൂടി പറയാം. ഉസ്താദിന് കുറ്റിപ്പുറ അറിയാം. ഉസ്താദ് പറയട്ടെ, കുറ്റിപ്പുറ എവിടെയാണ്? കുറ്റിപ്പുറ എവിടെയാണ്? ഉസ്താദിന്റെ വിശ്വാസം മുനീറിന് ബോധ്യപ്പെട്ടോ ഇല്ലേ? മൈക്കൊടുക്കും. ഉസ്താദിന്റെ വിശ്വാസം ബോധ്യപ്പെട്ടല്ലേ? ഈ ക്ലിപ്പിങ്ങില് കുറ്റിപ്പുറം എവിടെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു. ഈ പിന്നെ ക്ലിപ്പിങ് ഞാൻ നിഷേധിക്കല്ല, ചിലപ്പോൾ ഉണ്ടായിക്കൂടാ, ഇല്ല, എന്താണെന്ന് അറിയില്ല. ഏതായാലും കുറ്റിപ്പുറം AP-ക്ക് അറിയില്ല എന്ന് പറഞ്ഞത് ശരിയല്ല, അറിയും. പക്ഷെ ക്ലിപ്പിങ്ങില് ഇത് പിന്നെ അറിയില്ല എന്ന് പറഞ്ഞു വ്യക്തത കമ്മിയുണ്ട്. പിന്നെ ഈ ആളെ എനിക്കറിയില്ല എന്ന് പറഞ്ഞത് ഞാനും നിങ്ങളും ഇപ്പോ ഇവിടെ വെച്ച് കാണുകയാണ്. ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായെന്ന് വരും. ആ രംഗം കണ്ടിട്ട് അതൊരു AP-ക്ക് പൂർണ്ണമായിട്ട് പരിചയമുള്ള ഒരാളാണ് എന്ന് പറയാനൊന്നും കഴിയില്ല. ആ സാഹചര്യങ്ങൾ. പിന്നെ ഈ വിഷയത്തില് ഇങ്ങനെ ഒരു ഇതില് വിവാദമാക്കിയിട്ട് ഒരു പോകാനും
ഇതിൽ കൂടുതൽ ചർച്ച ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഈ മുടി വിഷയം വൈക്കത്തരും നിങ്ങൾ പേടിക്കണ്ട. നേരം വെളുക്കുന്നവരെ ഇഷാബലും നിശ്ചിച്ചിട്ടുണ്ടാവില്ല, അവർക്ക് നിസ്കരിക്കാൻ അവസരം കൊടുക്കുന്നുള്ളൂ. പെർമിഷൻ ഉണ്ടായാൽ മതി, നമ്മളെ ജനറേറ്റർ ഡീസൽ ഉണ്ടായാൽ മതി, വളരെ നമുക്ക് പ്രശ്നമില്ല. അപ്പോ അദ്ദേഹം പറഞ്ഞത് ക്ലിപ്പിൽ അവ്യക്തത ഉണ്ട്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ ഉസ്താദുമായിട്ട് ബന്ധമുണ്ടതിലേക്ക് തെളിവ് ആ ഫോട്ടോത്തിലൊരു അവ്യക്തത ഉണ്ടെന്നല്ലേ, അല്ലേ അല്ലെ? എന്നാൽ ഉസ്താദും മൂപ്പർ ഒരുമിച്ച് ഒരു കാറിലൊന്ന് ഇറങ്ങിയാലോ നമുക്ക് വിശ്വാസം വരുമോ? ഒന്ന് കൊടുക്കും നമുക്ക് വിശ്വാസം വരുമല്ലേ? രണ്ടാളും അവിടെ ഉസ്താദും അബ്ദുന്നൂറിന്റെ കാറിലൊന്ന് ഇറങ്ങാൻ എനിക്ക് വിശ്വാസമാകുമോ? നിങ്ങൾ ഈ ഫംഗ്ഷനിലേക്ക് വരുന്നു, ഇതിന്റെ ഭാരവാഹികൾ കാറുമായി വരുന്നു. ഈ ഭാരവാഹികൾ ആരാണ് എന്താണ് എന്നൊക്കെ ഞാൻ എങ്ങനെ അറിയും, നിങ്ങൾ എങ്ങനെ അറിയും? അല്ല, അതിരിക്കട്ടെ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് അഖിലേന്ത്യാ ഓർഗനൈസ് സെക്രട്ടറി അറിയില്ല? അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് ഉസ്താദ്. അബ്ദുന്നൂർ അഖിലേന്ത്യാ ഓർഗനൈസ് സെക്രട്ടറിയാണ്. അതെ, അതിനെ കുറിച്ച് എനിക്കറിയാം. മുനീറിനെ കുറ്റപ്പെടുത്തണ്ട, നിങ്ങളൊന്നും പറയരുത്, പാവാണ് മുനീർ. ഈ സംഘടനയെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല. അദ്ദേഹം സാധുവാണ്. അദ്ദേഹം ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ഒട്ടേറെ പാവങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള മുഖാമുഖം കൊണ്ട് അവർക്ക് തിരിച്ചു വരാനുള്ള അവസരമാണ്. അള്ളാഹു മുനീറിന് ഹിദായത്ത് നൽകുമാറാവട്ടെ, ഈ സത്യത്തിനുള്ള നിൽക്കുന്ന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സർവാത്മന സഹോദര, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ മുൻഗാമികളൊക്കെ കടന്നു വന്നതുപോലെ, എലീസ് സക്കാഫി കടന്നു വന്നതുപോലെ, ഹസൻ സക്കാഫി കടന്നു വന്നതുപോലെ, ഇസ്മായിൽ സക്കാഫി കടന്നു വന്നതുപോലെ ഒരു വേള മുനീറിനും കടന്നു വരാൻ അള്ളാഹുവേ നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇനി കേട്ടോളൂ, അബ്ദുൽ നഗറിനെ കുറിച്ച് അദ്ദേഹം പറയാണ്. ഇനി ഒരു മിനിറ്റ്, ആദ്യം നിങ്ങൾ ഇത് കേൾക്കുക. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ബോധ്യപ്പെടാം. എന്നിട്ട് നാളെ മുനീർ ഒരു കാര്യം ചെയ്യാം. ശ്രദ്ധിക്കുക, മുനീർ ഒരു കാര്യം ചെയ്യാം. ഉസ്താദ് ഇപ്പൊ ഇത് പറഞ്ഞ് ശ്രദ്ധിക്കുക, ഏത് അബ്ദുൽ പറഞ്ഞ അറിയില്ല എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുക. എന്നിട്ട് നാളെ കുറ്റിപ്പുറത്തേക്ക് വണ്ടികൾ, കുറ്റിപ്പുറം അടുത്താണ്, അവിടെ പോയിട്ട് അവിടുത്തെ SSF ചോദിക്കുക, ഉസ്താദിന് അബ്ദുൽ പറഞ്ഞ പരിചയം ഉണ്ടോ അല്ലേ? നിങ്ങൾ ജസ്റ്റ് അത് നിങ്ങൾ ഞാൻ കുറ്റപ്പെടുത്തല്ല, നിങ്ങൾ പാവമാണ്, നിങ്ങൾ അറിയാതെ പെട്ടുപോയാൽ. എന്നിട്ട് ബോധ്യപ്പെട്ടാൽ പ്രിയപ്പെട്ട സഹോദരൻ സംസ്ഥയ്ക്ക് വരുമോ? കൊടുക്കും. ഈ വിഷയത്തില് ഇപ്പോ ഇരു വിഭാഗമാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ പറഞ്ഞല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ പറഞ്ഞത് ഉസ്താദിനെ കുറിച്ച് നല്ല വിശ്വാസമാണ്, അതുകൊണ്ടാണ് ഈ മുടിയിൽ വിശ്വസിക്കുന്നത്. ഉസ്താദ് ഈ പറഞ്ഞ കളവാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ സമസ്തന്റെ കൂടെ നിൽക്കാൻ സന്നദ്ധനാകുമോ? വിഷയത്തിൽ കളവാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഉള്ള കാര്യം പിന്നെ പറയാം. ആദ്യം ഉരുളലല്ല. ഈ വിഷയത്തില് മൈക്ക് വെക്കും, ഒരു രക്ഷയില്ല. അവിടെ വെക്കുക, ഞങ്ങൾ എപ്പോഴും കാണുക. അവിടെ മൈക്ക് കൊടുക്കുക, കൊടുക്കുക. ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞോളൂ. പറഞ്ഞു. നിങ്ങൾ ആരോടെ പറഞ്ഞില്ല, ഞങ്ങൾ നന്നായിട്ട് കണ്ടവരാണ്, കൈകാര്യം ചെയ്ത് പരിചയമുള്ളത്. ആരോടെ പറഞ്ഞില്ല, ഞങ്ങൾ പറഞ്ഞു. മൈക്ക് സൗണ്ട് കൂട്ടി പിടിക്കും. ആ മൈക്കിന്റെ സൗണ്ട് ഇല്ലാത്തത് ഇനി നാളെ പറയാം, അവരെ മൈക്കിന്റെ സൗണ്ട് കുറച്ച് പറയും. അതുകൊണ്ടാണ് ഈ വിഷയത്തില് തെറ്റിദ്ധാരണകൾ പല രീതിയിലും ഉണ്ടാവാം. ഈ സാഹചര്യങ്ങൾ എല്ലാം ആ AP എന്ന വ്യക്തി പല ആളുകളുമായിട്ട് ബന്ധപ്പെടും. അത് സരിത എന്ന വ്യക്തി ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെടുത്തിയ ആ ഒരു രീതിയിൽ ഒക്കെ വരുള്ളൂ. എന്താ സംഭവം എന്ന് വെച്ചാൽ, ആരെ AP ഉസ്താദ് പല ആളുകളെയും ബന്ധപ്പെടും. അത് അവരെ പരിചയമുണ്ടായിട്ട് പിന്നെ ആയിക്കൊള്ളണമെന്നില്ല. അതാണ് അതിന്റെ സാഹചര്യം. പിന്നെ മൈക്കിൽ തരാം, ഒരു പ്രശ്നമില്ല. ചോദ്യം മാറ്റാൻ ശ്രമിക്കൂല. നമ്മൾ പ്രിയപ്പെട്ട മുനീറിനോട് പറഞ്ഞ 2-3 ശ്രദ്ധിക്കുക. മുനീർ സഹോദര, നിങ്ങൾ ചോദ്യം മാറ്റരുത്, വിഷയം മാറ്റരുത്. നിങ്ങൾ തുടങ്ങി വെച്ചത് ഉസ്താദിനെ കുറിച്ച് നല്ല വിശ്വാസമാണ്. അത് മുനീർ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. നിങ്ങൾ ചോദിക്കാനും ഞങ്ങൾ മറുപടി തരാനും ഇത് മുൻഗണനയ്ക്ക് ഞങ്ങൾ മയ്യത്താൻ പറ്റില്ല. അത് പറ്റില്ല. നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ മറുപടി തരും. നിങ്ങൾ ശ്രദ്ധിക്കണം. മാന്യമായിട്ടുള്ളൊരു അഭ്യർത്ഥന. നിങ്ങൾ ശ്രദ്ധിച്ചോക്കൂ, SSF മുഖാമുഖത്തിൽ എത്ര മാന്യമായിട്ടുള്ള ഇടപെടുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ചിരിക്കല് ചെയ്യുന്നുള്ളൂ. എത്ര മാന്യമായിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ തുടങ്ങി വെച്ചെന്താ, ഉസ്താദിനെ കുറിച്ച് നല്ല വിശ്വാസമാണ്. അപ്പൊ ഞാൻ അതിനൊരു ക്ലിപ്പ് കാണിച്ചത്. ഈ ക്ലിപ്പ് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ SSF തരണ്ട, അവിടുന്ന് വിടും. ആ ഒരു നിങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ, നിങ്ങൾ ആമുഖം പറഞ്ഞതിൽ അല്പമെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞതിൽ അല്പമെങ്കിലും വിശ്വാസത്തോടുകൂടെ പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടെന്താ, ആ വിഭാഗത്തിനോട് എന്നിട്ട് വരണ്ട. ഞങ്ങൾക്ക് നിങ്ങൾ ആരും എന്തെങ്കിലും ഇവിടുന്ന് കുഴപ്പമില്ല. അതെങ്ങനെ ചെയ്യണ്ടേ? ഏതായാലും ഉസ്താദ് പൂർത്തിയാക്കട്ടെ, വിഷയം പറയട്ടെ. ആരാണ്
എന്താ എന്ത് പ്രതി അങ്ങനത്തെ ഒരു പ്രതിനെ തന്നെ അറിയില്ല. എന്ത് പ്രതി എന്ന് പറഞ്ഞത്? എന്ത് പ്രതി എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പ്രതിയെ തന്നെ അറിയില്ല. ഇതേ കേവലം പരിപാടിക്ക് വന്നപ്പോ ചോർന്നുകൊണ്ടായ ആളല്ല അബ്ദുന്നൂർ. അബ്ദുന്നൂർ എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ ഓർഗനൈസ് സെക്രട്ടറിയാ, കാന്തപുരം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാ. ഇനി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അബ്ദുന്നൂറിന്റെ ആഡംബരക്കാരിൽ സഞ്ചരിക്കുന്ന നിങ്ങൾ കാണാം. രണ്ടുപേരും അബ്ദുന്നൂറിന്റെ വാഹനത്തിൽ വന്നിറങ്ങുന്നു. ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടുള്ളൂ. അബ്ദുന്നൂറിന്റെ ആഡംബരക്കാർ ഒരു ഭാഗത്തുള്ള അബ്ദുന്നൂർ എന്നിറങ്ങി, മറ്റൊരു ഭാഗത്തിലൂടെ സാക്ഷാൽ കാന്തപുരം അബ്ദുന്നൂറാണ് വൃത്തത്തിൽ കാണുന്നത്. രണ്ടാമത്തേതാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. രണ്ടാളും ഒരേ ആഡംബരക്കാരിൽ, അദ്ദേഹത്തിന് ആഡംബരക്കാരിൽ വന്ന് ഇറങ്ങുന്നു, പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. ഇത് മാത്രമല്ല അദ്ദേഹം ബന്ധപ്പെടുന്നതിന് തെളിവ്. രണ്ടാളും നിൽക്കുന്നു. മുനീർ കാണൂ, രണ്ടുപേരും നിൽക്കുന്നു. ഇതിനൊക്കെ ഉപരി ഞാൻ പറഞ്ഞല്ലോ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ ഓർഗനൈസ് സെക്രട്ടറി അറിയില്ല എന്ന് പറഞ്ഞാൽ ഉസ്താദിനെ കുറിച്ച് പൊതുവെ നിങ്ങൾ പറയാറുണ്ടാ ഭയങ്കര സംഘടനാ നേതൃപാഠമെന്ന. തന്റെ കീഴിലുള്ള ആളെ പോലെ എന്ത് പാഠവും അത് പറയേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് സ്നേഹത്തോടെ പറയുന്നത്, ഉസ്താദുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകണമെങ്കിൽ നാളെ നിങ്ങൾ കുറ്റിപ്പുറത്തേക്ക് ചെല്ലുക. കുറ്റിപ്പുറത്ത് ചെന്നിട്ട് അവിടുത്തെ SSFരോട് ചോദിക്കുക, ഉസ്താദോട് വരാറുണ്ടായിരുന്നോ, അബ്ദുന്നൂറുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ? എന്നിട്ട് ബോധ്യപ്പെട്ടാലെങ്കിലും ഞങ്ങളൊക്കെ ഇപ്പൊ ഒന്നും വിശ്വസിക്കണ്ട, നിങ്ങൾ മാറ്റി പറയൂ, കൊടുക്കും. അതിന് മറുപടി എന്നിട്ട് അടുത്തിരിക്കട്ടോ. അല്ല, ഈ വിഷയത്തില് ഞാൻ മറുപടി പറഞ്ഞിട്ട് ഇവിടെ ഒരു പൂർത്തീകരണം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഈ വിഷയം അനന്തമായിട്ട് ഇങ്ങനെ ഇതിനോട് ബന്ധപ്പെട്ട് അനുബന്ധമായിട്ട് നീട്ടിക്കൊണ്ടുപോകും. ഞാൻ പറഞ്ഞ കാര്യം ഈ സംഗതികളൊന്നും വെച്ചിട്ട് നൂറും EPയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കാൻ ഏതായാലും കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഇവിടെ വിഷയം മുടിപരമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണെന്ന് പറഞ്ഞു. ഏതായാലും ഇതിൽ ചർച്ച വന്നു, സ്വാഭാവികം. അപ്പോ ഇതിലുള്ള മൊത്തത്തിൽ മറുപടി പണ്ഡിതന്മാർ ഇരുന്ന് തീരുമാനിച്ച് ഈ വിഷയത്തിൽ സുതാര്യത വരുത്തണം എന്നാണ് ഞാൻ ആദ്യം മുതൽ തന്നെ പറഞ്ഞു വരുന്നത്. നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തെ കുറിച്ച് പറയാ, നിങ്ങൾ കഥ പറയാനുള്ളത് അത് പറഞ്ഞിട്ടാകാം അടുത്ത ചർച്ചയ്ക്ക്. അത് നമ്മൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു പണ്ഡിതന്മാരുടെ ചർച്ചക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഓക്കെയാണ്, നമ്മൾ എന്നും തയ്യാറാണ്. നേരത്തെ വന്ന ആളും പറഞ്ഞു, ഇപ്പോഴും പറയുന്നു, നമ്മൾ 1000 വട്ടം തയ്യാറാണ്, ഒരു സംശയമില്ല. അത് നിങ്ങൾ ആളെ കൊണ്ടുവരികയാണ് വേണ്ടത്. നിങ്ങൾ എന്ന് വേണം കൊണ്ടുവന്നോളൂ. ഇവിടുത്തെ SKSമായി ബന്ധപ്പെട്ടായി ഞങ്ങളൊന്നും ബന്ധപ്പെടണ്ട. ഇവിടുത്തെ കുട്ടികൾ തയ്യാറാണ്, നിങ്ങൾ കത്ത് കൊടുത്തോളൂ, ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ കത്ത് തരണോ പറഞ്ഞോളൂ, ഞങ്ങൾ കത്തും തരാൻ തയ്യാറാണ്. ഈ വിഷയം മാറ്റിക്കൊണ്ട് ശ്രമിക്കേണ്ട, നിങ്ങൾ ഇപ്പോഴുള്ള ചർച്ചയിൽ നിൽക്കുക, അത് പറയാം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വിഷയം മാറ്റിക്കൊണ്ടു പോകണ്ട. അത് കേൾക്കണ്ടോ? അതുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ നമ്മളെ ചർച്ച മുടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാണ്ടെങ്കിൽ പറയൂ. അല്ലെ അടുത്ത മൈക്ക് കഴിഞ്ഞു. വെറുതെ നിങ്ങൾ ഒച്ച ഉണ്ടാക്കേണ്ട, അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കണാണ്. നിങ്ങൾ വെറുതെ ദേഷ്യപ്പെടണ്ട. നിങ്ങളും ചോദിച്ചോളൂ, നിങ്ങൾ എന്തിനാ വെറുതെ ഞങ്ങൾ ഇത്ര മാന്യമായിട്ട് ഇടപെടുമ്പോ എന്തിനാ നിങ്ങൾ ഹാലടക്കുന്നത്? അടുത്ത ആൾക്ക് മൈക്ക് കൊടുക്കുക. തലയെക്കെട്ടും കെട്ടി നമ്മൾ പ്രവർത്തകന്മാർ വന്നിട്ടുണ്ട്, നിങ്ങൾ കൊടുക്കൂ, മൈക്ക് കൊടുക്കൂ. ഇവിടെ നമ്മൾ തമ്മിൽ തർക്കത്തിരിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അതിനെക്കുറിച്ച് അവസ്ഥമാരെ കുറിച്ച് അവർ ആദ്യം ചോദിക്കട്ടെ. അത് നേരത്തെ വന്നേരാം, നിനക്ക് പിന്നെ തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് അബ്ദുർ റഊഫ് ഇരിങ്ങല്ലൂർ സഫിന്റെ അനുഭവിയാണ്. എൻ്റെ ചോദ്യം, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആസാറുകളെ കൊണ്ട് ബർക്കത്തെടുക്കാൻ സനദ് വേണോ വേണ്ടയോ? എസ്സറിന്റെ ക്വസ്റ്റ്യനാണ്. സനദ് വേണമെങ്കിൽ വേണമെന്ന് പറയാ, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുടിയാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ രംഗത്ത് വന്നാൽ അയാൾ സനദ് പറയുക തന്നെ വേണം. സനദ് വേണം എന്നാണല്ലോ മറുപടി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വെല്ലൂരിലെ ഒരു കേശം കൊണ്ടുവന്നിട്ട്, വെല്ലൂരിലെ കേശം മുക്കിയ വെള്ളം കൊണ്ടുവന്നിട്ട് റഹ്മത്തുള്ളാ ഖാസിമി കോഴിക്കോട്ടങ്ങാടിയിൽ കൊണ്ട് വിൽക്കുമ്പോൾ അത് ബർക്കത്തെടുക്കാൻ വേണ്ടിയാണ് ഖാസിമി വിറ്റത്. അങ്ങനെയാണെങ്കിൽ ആ ഖാസിമി സനദ് പറഞ്ഞിട്ടല്ലേ വെള്ളം കൊടുക്കേണ്ടത്? റഹ്മത്തുള്ളാ ഖാസിമി അങ്ങനെ ഒരു വെള്ളം വിറ്റിട്ടില്ല. സനദ് വിറ്റിട്ടില്ല. അല്ല, മുടി മുക്കിയ വെള്ളം വിറ്റിട്ടില്ല. ഇല്ല. അപ്പൊ ക്ലിപ്പിലുണ്ടല്ലോ 25,000 രൂപക്ക് വിറ്റിട്ടു. ഇല്ല, ഞങ്ങൾ കണ്ടാണ്. ഇല്ല, ഞാൻ പറയാം, ഒരുപാട് കണ്ടതാണ്. 25,000 രൂപയ്ക്ക് 2 കുപ്പി, ഒരു കുപ്പിക്ക് 25,000 രൂപ തന്നാൽ ഞങ്ങളത് വിൽക്കുന്നതാണെന്ന് ഖാസിമി കോഴിക്കോട്ടങ്ങാടി എന്നാ വരുന്നത്. കോഴിക്കോട്ടങ്ങോട് സനദ് വായിക്കുമ്പോ സനദ് വായിച്ചിട്ട് കൊടുക്കണം. ബഹുമാനപ്പെട്ട മൗലവി, ഞാൻ പറഞ്ഞത് വിൽപ്പന എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പൊ ദർശനത്താണ് ഇപ്പൊ നിങ്ങൾ വിളിക്കുന്നത്.
വിൽപ്പന എന്ന് പറഞ്ഞാൽ എന്താ? തംലീഖു ഷൈഇൻ ബദലി സമനി, ഒരു വില കൊടുത്തിട്ട് ഒരു വസ്തുവിനെ ഉടമയാക്കി കൊടുക്കുന്നതിനാ വിൽപ്പന എന്ന് പറയാം. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? ഇതാ വെല്ലൂരിലെ മുടിയിട്ട വെള്ളം. റൌഫ് ശ്രദ്ധിക്കേ, പ്രിയപ്പെട്ട റൌഫ് ശ്രദ്ധിക്കണം. വെല്ലൂരിലെ മുടിയിട്ട വെള്ളം ദാറുൽ ഫുർഖാൻ, ദാറുൽ ഖുർആൻ എന്ന സ്ഥാപനത്തിന് 25,000 രൂപ സംഭാവന കൊടുക്കുന്നവർക്ക് ഈ വെള്ളം നൽകുന്നതാണ് എന്നൊരു വാഗ്ദാനം. അത് വിൽപ്പന. ഈ വെള്ളത്തിനല്ല വില ചോദിക്കുന്നത്, ലേലം വിളിയല്ല. വെള്ളത്തിന് വില 25,000 എന്നല്ല പറയുന്നത്. ദാറുൽ ഖുർആൻ എന്ന ഖുർആൻ പഠന കേന്ദ്രത്തിന് 25,000 രൂപ ആ സ്ഥാപനത്തിന് കൊടുക്കുന്നവർക്ക് ഈ വെള്ളം തരുന്നതാണ്. ഇത് വിൽപ്പന. ഇതിനാരെങ്കിലും വിൽപ്പന എന്ന് പറയോ? അതൊരു വാഗ്ദാനമാണ്, ഓഫറാണ്. നിങ്ങൾ കിതാബ് ഓതിയിട്ടില്ലേ? ഓഫറിനെ പറ്റി വിൽപ്പന എന്ന് പറയും. കൊടുക്കില്ലേ? പറയട്ടെ അല്ലെ സുഹൃത്തെ, ഫത്വൽ മീൻ ഓതിയിട്ടില്ലേ? കിതാബിൽ ബൈ ഓതിയിട്ടില്ലേ? ബൈഇന്റെ സീഗയിൽ ഇങ്ങനെ പറയാം, ഒരു വസ്തു, എന്റെ മൊബൈൽ, ഞാൻ എന്റെ മൊബൈൽ വിൽക്കുമ്പോൾ എന്താ പറയേണ്ടത്? ദാറുൽ ഖുർആൻ അല്ലെങ്കിൽ ദാറുൽ ഹുദ എന്ന സ്ഥാപനത്തിന് 25,000 രൂപ കൊടുക്കുന്നവർക്ക് ഈ മൊബൈൽ ഞാൻ തരുന്നതാണ്. അത് വിൽപ്പന. ദാറുൽ ഹുദ എന്ന സ്ഥാപനത്തിന്, ചെമ്മാർ ദാറുൽ ഹുദാക്ക് 25,000 രൂപ അവിടെ ഇൽമ് പഠിപ്പിക്കുവാൻ വേണ്ടി ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ ഈ മൊബൈൽ തരുന്നതാണ്. ഇത് വിൽപ്പന. ഇതിന് കച്ചവടം എന്ന് പറയോ? ഒരു വസ്തുവിന് വില നിശ്ചയിച്ച് ഞാൻ ഇത് നിങ്ങൾക്ക് വിറ്റു എന്ന് പ്രഖ്യാപിക്കുന്നതിനെ സംബന്ധിച്ചാണ് വിൽപ്പന എന്ന് പറയാം. കിതാബ് ഓതി പഠിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, റഹ്മത്തുള്ള ഖാസിമി വെല്ലൂരിലെ മുടിയിട്ട വെള്ളം കോഴിക്കോട് വിറ്റിട്ടില്ല. പച്ചക്കള്ളം ഇനി ആവർത്തിക്കാൻ പാടില്ല. അസ്സലാമലൈക്കും. ഞാൻ ചെറുമുക്ക് സുന്നത്ത് നഗറിലുള്ളതാണ്. SSFന്റെ പ്രവർത്തകനാണ്. ഉസ്താദ്മാർ ഇവിടെ പറഞ്ഞു സനദ് വേണമെന്ന്. ഫത്വാവൽ കുബറയിലെ ബഹുമാനപ്പെട്ട ഇബ്നു ഐസമി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു മുടിയുണ്ട്. ഒരു വ്യക്തി എന്നത് അതൊരു പണ്ഡിതനല്ല, ആരിഫല്ല, സയ്യിദല്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മുടിയുണ്ട്, അതിന് സനദില്ല. കുറെ ആളുകൾ അതിനെ സിയാറത്ത് ചെയ്യുന്നു. ഇതിനെപ്പറ്റി ഇബ്നു ഹജർ ഐസമി റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ കിതാബായ ഫതാവൽ കുബറയിൽ 4-ാം വാല്യം 362-ാം പേജിൽ പറഞ്ഞു, ഇങ്ങനെ പറയപ്പെടുന്ന ഒരു മുടി കിട്ടിയാൽ അതിന് സനദ് അന്വേഷിക്കരുത്, മറിച്ച് അതിനെ അംഗീകരിക്കുകയാണ് വേണ്ടത്. ഈ മഹാന്മാര് പറഞ്ഞതല്ലേ സുന്നികളായ നമ്മൾ അംഗീകരിക്കേണ്ടത്? അതേ മോനെ, മഹാന്മാര് പറഞ്ഞതാണ് അംഗീകരിക്കേണ്ടത്, ഇല്ലാത്തത് പറയാൻ പാടില്ല. മോനാരാ സമാജത്തിലേക്ക് ഭയന്നോർമ്മ പിടിച്ചത്? മോനെ, ഇത് ഫതാവൽ കുബറയാണ്. നീ വായിച്ചൊരു ഇബാറത്ത് നിനക്കറിയില്ല, അപ്പുറത്തെ റൗഫുസ്താണ്ട് കൊടുക്കുമ്പോൾ വായിച്ചർത്ഥം വെക്കട്ടെ. നീ പറഞ്ഞ അങ്ങനെ ഒരു അർത്ഥം ആ ഫതാവൽ കുബറന്ന് വായിക്കട്ടെ. വായിക്കേ, കിതാബാണത്, ഫതാവൽ കുബറയാണത്. റൗഫുസ്താ ഇല്ലേ, മൈക്കുടുക്കി വായിക്കുസ്തേ, വായിക്ക്. ഫതാവൽ കുബറയിന്ന് ആരിഫല്ല, പണ്ഡിതനല്ല, സനത് ചോദിക്കരുത് എന്ന് പറഞ്ഞൊരു ഇബാറത്ത് ഫതാവൽ കുബറയാണ് കാണുന്നത്. വായിക്കുന്നു നിങ്ങൾ, വായിക്കേ. എനിക്കറിയില്ല, വായിക്കറിയോ? ഇബാറത്തേക്കറിയില്ല, അറിയണം. നമ്മുടെ നിൽക്കുസ്താതെ വായിക്കുസ്താതെ ഇബാറത്ത് വായിക്ക്. എന്നിട്ട് ആ കുട്ടി അർത്ഥം വെക്കട്ടെ. ആ കുട്ടിയെ കുറ്റപ്പെടുത്തരുത്, പാവാണ്. ആ കുട്ടിനെ ആലിമീങ്ങളെ പറഞ്ഞു മോനെ എങ്ങനെയാണുള്ളത് പറ്റിച്ചു. സാധുവാണ് കുട്ടി. എന്താ മോനെ വരുന്ന മോനെ എവിടുന്ന് കേട്ടെന്ന് പറഞ്ഞു? ഇത് കോഴിക്കോട് സമ്മേളനത്തിലെ ചെറിയ ഉസ്താദ് പറഞ്ഞത്. ഞങ്ങള് പറ്റിച്ചോ കുട്ടിയെ? ആ കുട്ടിനെ പറ്റിച്ചു. മഹാസാധു പേരെന്താ? സഫ്വാൻ. പാവം മോനെ, നിന്നൊക്കെ ഇത്ര ചെറുപ്പത്തിന് ഉസ്താമാർ പറ്റിച്ചില്ലേ? റൗഫ് ഉസ്താദ് ഒന്ന് വായിക്കൂ. നൈക്കൊടുക്ക്.
ഫത്താവുൽ കുബ്ര വായിക്കൂ. ഫത്താവുൽ കുബ്ര വായിക്കൂ. ഫത്താവുൽ കുബ്ര അടിവരട്ടിരിക്കുന്നു. വായിക്കു. കൊടുക്കും. ആ കുട്ടി പറഞ്ഞ ആ ഇബാറത്ത് അവിടെ വായിച്ചർത്ഥം വെക്കണം. തനത് ചോദിക്കരുത് എന്ന് പറഞ്ഞൊരു ഇബാറത്ത് അവിടെ വായിക്കട്ടെ. നിങ്ങൾ പറഞ്ഞ ഫത്താവുൽ കുബ്രയുടെ പേജാണ് ആ കാണുന്നത്. വായിക്കട്ടെ. വായിച്ച ആ കുട്ടി പറഞ്ഞ അതേ അർത്ഥം വെക്കണം. നിങ്ങളൊക്കെ ഒന്ന് മാറിക്കൊടുക്കി. വായിക്കട്ടെ. شارة الشريفة لا تورث ولا تملك ولا تقبل قسمة. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെന്നോട് ഉപകാരം ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഷെയ്ഖ് മുബാറക്, ബഹുമാനപ്പെട്ട ഷഹർ മുബാറക്, അത് അനന്തരം എടുക്കൂല, അത് മിൽക്കുണ്ടാകൂല, അതിന് കിസ്മത്ത് സ്വീകരിക്കൂല. ഇതൊക്കെ തന്നെ അതാ കുട്ടി പറഞ്ഞത്. തനത് ചോദിക്കരുത്. ആരിഫാണെന്നോ വലിയാണോ നോക്കണ്ട. തനത് ചോദിക്കരുത് എന്ന് പറഞ്ഞ ഈ വാർത്ത വായിക്കേണ്ടത്. ഫത്താവുൽ കുബ്രയിൽ അതുണ്ടെന്നല്ലേ കുട്ടി വായിച്ചത്. അത് വായിക്കും. വേറെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോ നമ്മള് ആ ചോദ്യം ചോദിച്ചപ്പോ ശരീഫായ മുടി എന്നല്ലേ പറഞ്ഞു. തനത് ചോദിച്ചിരുന്ന അപ്പൊ എന്താ ഈ ഇതിനൊക്കെ ഒന്നും ചോദിച്ചിട്ടില്ല. നിങ്ങളെ വയലൊക്കെ നിൽക്ക്. ഞങ്ങളോട് വേണ്ട. അങ്ങനെയുള്ള കുറെ എണ്ണത്തിനെ കണ്ടിട്ടാണ് ഞങ്ങൾ പണിക്കുന്നത്. ആ കളി നടക്കൂല. ഞങ്ങൾ ചോദിച്ചത് ഞാൻ ചോദിച്ചത് ആ കുട്ടി പറഞ്ഞെന്തറിയോ, ആ വലിയാണെന്നോ ആരിഫാണെന്നോ ഒന്നും നോക്കരുത്, തനത് ചോദിക്കരുതെന്ന. അങ്ങനെ ഒരു ഇബാർത്ത് കാണിക്കേ. തനത് ചോദിക്കില്ല സനദ എന്ന് പറഞ്ഞ ഇബാർത്ത് കാണിക്കവിടെ. അതാണ് വിഷയം. ആ ഇബാർത്ത് വായിക്കേ. ആ കുട്ടിക്ക് എഴുതി കൊടുത്ത ഞാനാ അല്ല. ഓക്കെ മതി. അല്ലാഹു അക്ബർ. ഞാൻ പറയാം. അതായത് ഇപ്പൊ ഉറപ്പായി ചെറിയ എ പി ഉസ്താദിന്റെ നിന്ന് ഇബാറത്ത് അർത്ഥം അല്ല AP ഉസ്താദ് പറഞ്ഞ് ശരിയല്ല എന്ന് ഇവിടെ അയ്യൂരിട്ടി സമ്മതിച്ചിരിക്കുന്നു, SSF സമ്മതിച്ചിരിക്കുന്നു. ഉറപ്പായില്ലേ? കുട്ടി പറഞ്ഞ കുട്ടിയെ കുറ്റപ്പെടുത്തണ്ട. സഫ്വാൻ എന്ന് പറയുന്ന കുട്ടി പറഞ്ഞു, ഞാൻ എന്റെ സ്വന്തം പ്രകാരം പറഞ്ഞതല്ല, കോഴിക്കോട് വെച്ചുകൊണ്ട് AP ഉസ്താദ് പറഞ്ഞതാണ്. ഇനി കേൾക്കണോ? AP ഉസ്താദ് തട്ടിപ്പെടുത്തി. AP ഉസ്താദ് വരട്ടെ, ചെറിയ AP പ്രസംഗിക്കട്ടെ. ഞാൻ ഈ ഭാരത്ത് പൊളിച്ചു തരങ്ങളെ. ആ കളി ഞങ്ങളോടോ? നിങ്ങളെ മോചിതലൊന്നും വേണ്ട, ഞങ്ങൾ കുട്ടികൾ മതി. നിങ്ങൾ അവിടെ കാണും. പറയട്ടെ AP എടുക്കേ പറഞ്ഞു. ഫത്താവുൽ കുബ്ര ഞങ്ങൾക്കാണ്. ആരാണ് മനസ്സിലാക്കിയത്? ബഹുമാനപ്പെട്ട ചോദിക്കപ്പെട്ടോ ലേശം മാറ്റി കൊടുത്തേ. നിങ്ങളുടെ തലം നിങ്ങളുടെ പേരെന്താ മുസ്ത? നിങ്ങളുടെ പേരെന്താ? ഒന്ന് മാറി ഒന്ന് ലേശം കൊടുത്തേ. കണ്ടോട്ടെ കൊടുക്കും. ഞങ്ങളുടെ നാട്ടിൽ ഒരു ശഖ്സ്, ഒരു മനുഷ്യൻ, ഒരു വലിയെന്നല്ല, അയാൾ ഒരു സയ്യിദാണെന്ന് പറഞ്ഞിട്ടില്ല, അയാൾ ഒരു ആലിമാണെന്ന് പറഞ്ഞിട്ടില്ല, അയാൾ ഒരു ആരിഫാണെന്ന് പറഞ്ഞിട്ടില്ല. അത് ശഖ്സിന്റെ ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട് ഷാരത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുടി. അവിടെ അലാമാഖീല ചോദ്യത്തിൽ തന്നെ ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിലെ വ്യക്തിന്റെ കൈവശത്തിൽ ഒരു മുടിയുണ്ട്. ഈ മുടി അദ്ദേഹം കൈകാര്യം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം സൂക്ഷിച്ചതാ. ആ വീട്ടിൽ വരുന്ന ആളുകൾക്ക് മുഴുവനും ആ പെട്ടി തുറന്ന് അദ്ദേഹം ആ മുടി ആവശ്യപ്പെടുന്നവർക്ക് കാണിച്ചു കൊടുക്കും, നൽകും. അത് അദ്ദേഹം സ്വീകരിക്കും. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ സഹോദരനാണ് പിന്നീട് അക്കാര്യം തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹമാണ് അത് കാണിച്ചു കൊടുക്കുന്നത്. പിന്നീട് രണ്ടുപേരും മരിച്ചപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളാണുള്ളത്. ഈ കുടുംബങ്ങളുടെ കയ്യിലാണ് ഇപ്പൊ ആ മുടിയുള്ളത്. അവിടെയാണ് ചോദ്യം വരുന്നത്. ആ കുടുംബങ്ങൾ ഈ മുടിയിൽ നിന്ന് ലഭിക്കുന്ന ഹദിയ പിതാക്കന്മാരുടെ മീറാസായി അനന്തരാവകാശമായിട്ടാണോ അനുഭവിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് മക്കളുടെ കൂട്ടത്തിൽ പുരുഷന്മാർക്ക് രണ്ടും പെൺകുട്ടികൾക്കൊന്നും ഈ രീതിയിലാണോ? അതല്ല, അത് സമമായി തന്നെയാണോ ഈ മക്കൾ അത് ഉപയോഗിക്കേണ്ടത്? നോക്ക് നിങ്ങൾ, ഇബ്നു ഹജറുൽ ഹൈതമി എന്ന മഹാപണ്ഡിതനോടാണ് ഈ ചോദ്യം. ആരംഭ റസൂലുള്ളാഹിന്റെ മുടി എന്ന് പറയപ്പെടുന്ന ഒരു മുടി ആ ശഖ്സിന്റെ കൈവശത്തിലുണ്ട്. ഒരു വലിയെന്നോ ഒരു ആലിമെന്നോ പറയാതെ ഒരു ശഖ്സ്. ഇബ്നു ഹജർ തങ്ങൾ ചോദിച്ചിട്ടില്ല ശഖ്സ് ആര്.
അയാൾ പണ്ഡിതനാണോ? ചോദിക്കുന്നില്ല. ഇതൊക്കെ ആ കുട്ടി ഏജന്റ് ആക്കിയത് ഈ കേസിൽ നിന്നിട്ടാണ്. പാവം പറയട്ടെ, നിർത്തിയിട്ടില്ല, പേടിക്കണ്ട, ഫുള്ള് കളിപ്പിക്കും. അങ്ങനെ ഇടയിൽ നിർത്തൊന്നുമില്ല. ഒന്ന് കേൾക്കട്ടെ, പറയട്ടെ മോനെ, പ്രയാസപ്പെടേണ്ട, ഫുള്ള് കേൾപ്പിച്ചരാ. ഇനി ഉസ്താദ് വലിയൊരു കിതാബ് അട്ടിമനടത്തം കളിക്കുമ്പോ ആ കുട്ടി പറഞ്ഞെന്നുണ്ടെങ്കിൽ കേൾപ്പിക്കാൻ പോണം. അതിനേക്കാൾ വലിയ അട്ടി പറയും. ചെറിയ എപ്പി എന്ന് പറയുന്ന നിങ്ങളുടെ വലിയ എപ്പി അയാൾ കാണിച്ച വലിയൊരു അട്ടിമറി ഫതാവൽ കുബ്രയിൽ ഇല്ലാത്ത ഇബാറത്ത് കെട്ടി നിർമ്മിച്ചുണ്ടാക്കി ഇവിടെ കൈയോടെ പിടിവിടാൻ പോവുക. കേട്ടോ, അയാളൊരു വലിയാണോ? ഇവരതിൽ അന്വേഷിക്കുന്നില്ല. അയാളൊരു സയ്യിദാണോ? ഇവരതിനെ സംബന്ധിച്ചതിനെ പറ്റി അന്വേഷണമില്ല. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുന്നതിന്റെ മെയിൻ പോയിന്റ്, ഈ മുടി ലഭിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ അരികത്ത് വരുന്നവർക്ക് മുഴുവനും കാണിച്ചു കൊടുക്കുകയും ഒരു ഹദിയ സ്വീകരിക്കുകയും ചെയ്യും. അവർ കൊടുക്കുമ്പോൾ നിർബന്ധിച്ച് വാങ്ങുന്നില്ല. ഈ ഹദിയ സ്വീകരിക്കുന്ന വിഷയം തലമുറയിലേക്ക് മാറിയപ്പോ അനന്തരവശമായിട്ടാണോ അതല്ല സമമായിട്ടാണോ അത് കൈകാര്യം ചെയ്യേണ്ടത്? ഇതാണ് ചോദ്യം. എന്താണ് ഇവിടെ പറഞ്ഞെന്താ? വലിയാണെന്നറിയാത്ത, ആരിഫാണെന്നറിയാത്ത ഒരാൾ മുടി കൊണ്ടെന്ന സന്നദ്ധി ചോദിക്കരുത്. ഇവിടെ വിഷയം തന്നെ അതല്ല. ഈ മുടി അനന്തരമെടുക്കണോ വേണ്ട ചർച്ച ഉള്ളത്. എന്നിട്ട് പോലും ഇനി അദ്ദേഹത്തോട് നിങ്ങൾ ഫതാവൽ കുബ്രയുടെ ഇബാറത്ത് വായിക്കുമ്പോ അദ്ദേഹം അട്ടിമറി നടത്തുന്നു. ഇബാറത്ത് നിങ്ങൾക്ക് അവിടെ കാണാം. ഉസ്താദ് വായിക്കുന്നു കേൾക്കാം. ഉസ്താദ് ഇബാറത്ത് ഇല്ലാത്ത ഇബാറത്ത് വായിക്കുന്നു കേൾക്കുന്നു. പറയട്ടെ, ആലോചിച്ചു നോക്ക്. ആരംഭത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ഒരു മനുഷ്യന്റെ കൈവശത്തിലുണ്ട്. ആ മുടി എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇബ്നു ഹജർ ഹൈതമിയോട് ചോദിച്ചപ്പോ മഹാനായ ഇബ്നു ഹജർ ഹൈതമിയുടെ മറുപടി കേൾക്കുന്നത് നിങ്ങൾ ഫതാവൽ കുബ്രയിൽ കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി മറുപടി പറയുന്നു, നഫഅല്ലാഹു തആല ഇന്നഹാ ശഅറത്തുൻ മിൻ ശഅരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ എന്താ വായിച്ചത്? ഇന്നഹ, അത് ഇന്നഹു വായിച്ചു. ഇന്നഹ ഇബാർത്തനക്ക് അങ്ങനെ ഇബാർത്ത മനസ്സിലാക്കാം. വേറെ നുസ്ഖ ഉണ്ടോ പറയണം. ലോകത്തൊരു നുസ്ഖയിലും അങ്ങനെ ഒരു ഇബാറത്ത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ചെറിയാറ്റി മുതൽ വെള്ളിയാറ്റി വരെ എല്ലാവരും വിളിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾ മലപ്പുറത്ത് ചോദിച്ചാണ്, മിണ്ടിയിട്ടില്ല. നുസ്ഖ എവിടെ നിന്ന് കാണിച്ചിരുന്നു? അതല്ല വിഷയം. ഉസ്താദ് അട്ടിമരടുത്ത് എന്തറിയോ? ഉസ്താദ് എന്താ ചെയ്യുന്നറിയോ? ഈ മുടി ഒരു ഇബാറത്ത് ഉണ്ടാക്കുക. ഇന്നഹ, ഈ മുടിയാകുന്നത് അത് ഷഅറത്തു ശരീഫയാണ്. അങ്ങനെ ചോദ്യത്തിന് മറുപടിയിലില്ല. ഇല്ലാത്ത ഇബാറത്ത് വരെ വേറെ നുസ്ഖ ഉണ്ടാകും, വേറെ പതിപ്പിലുണ്ടാകും. ഞങ്ങൾ ആ സഹോദര നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നില്ല. നാളെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അങ്ങനെ ഒരു നുസ്ഖ കൊടുന്ന് ഇവരെ ഏൽപ്പിച്ചാൽ മതി. നിങ്ങളെ കൂടെ SSFന്റെ പ്രവർത്തകരായി ഞങ്ങളും കൂടാ. ധൈര്യമുണ്ടോ? ഇതൊക്കെ എല്ലാ നുസ്ഖയും നോക്കിയിട്ടാ വരുന്നത്. നിങ്ങളെ നാടകീയ മുഖാമുഖമൊന്നുമല്ല. ആ വക തട്ടിപ്പുറം നിൽക്കണ്ട. ഇനി ഞാൻ പറയുന്നു, നിങ്ങളെ ഉസ്താദ് അട്ടിമറി നടത്തി. കഴിഞ്ഞില്ല, കാന്തപുരം അട്ടിമറി നടത്തി. കാന്തപുരം കോഴിക്കോട് അട്ടിമറി നടത്തിയല്ലേ. കാന്തപുരം എന്താ അറിയോ? ഈ മുടിയാകുന്നു ശരീഫത്തുൻ. ഉസ്താദെ അത് സിഫത്തായിരുന്നു, അത് ഖബറാക്കി. ആര്? കാന്തപുരം ഉസ്താദ്. അത് വേറെ നുസ്ഖയിലുണ്ടാവും. ഇങ്ങനെ ഏത് വേറെ പകർപ്പിൽ പിന്നെ പറയുമ്പോൾ ചിലപ്പോൾ പ്രശ്നമല്ല. വേറെ പതിപ്പിൽ ചിലപ്പോൾ സിഫത്ത് ഖബറായിട്ടുണ്ടാവും. വല്ലാത്ത സാധനങ്ങൾ. പണ്ടേ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. APR താലീത്തിന് അച്ചടി പ്രശ്നം എന്നുള്ളതിന്റെ അർത്ഥം എല്ലാവർക്കും അച്ചടി പ്രശ്നമാണ്. എല്ലാത്തിനും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എവിടെ നോക്കിയാൽ അച്ചടി പ്രശ്നം. ഏതായാലും നിങ്ങൾ ആ പാവം കുട്ടിയെ പറ്റി മോനെ അങ്ങനെ ഒരു ഭാരത്തില്ല. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ? ഇവരാരും കൽപ്പിച്ചല്ലോ. നീ വായിച്ചില്ലേ? അഞ്ഞ് മാറ്റി പറയണം. നാളെ പറയാൻ ചോദിച്ചിട്ടില്ല. അറിയില്ല. അതൊക്കെ കൈയോടെ പിടിവിട്ടില്ലെങ്കിലേ അതിന്റെ സ്ഥാനത്ത് എവിടെ ഇരിക്കുന്നത്? പിന്നെ ആ കുട്ടി പറഞ്ഞെന്താ ഉസ്താദിന്റെ പ്രശ്നത്തിന് കേട്ടല്ലേ അല്ലെ? ഉസ്താദ് പറഞ്ഞ അങ്ങനെ ഈ ഭാരത്ത് കാണിക്കാൻ കഴിയില്ല. മോനെ നിന്നെ പറ്റി ഉറപ്പില്ലേ? ഓക്കെ വേറെ പണി നമുക്ക് ഇനി കുട്ടി ആയിരിക്കും. നമുക്ക് വന്നു ആയിക്കോട്ടെ. അതല്ല ഇതിന്റെ വിഭാഗത്ത് മത്സരം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിന്റെ വിഭാഗത്ത് മത്സരത്തെ ശരീരത്താണ് പറഞ്ഞിട്ടില്ല. ഒന്നും ചോദിക്കാൻ പറ്റില്ല. അതൊന്നും അതൊന്നും വിഭാഗത്തെ മത്സരത്തെ അങ്ങനെ പറഞ്ഞത്. കേട്ടമോനെ ഫതാവൽ കുബ്രി 62 പേജിൽ പറഞ്ഞു, ഇങ്ങനെ പറയപ്പെടുന്ന
വാങ്ങുന്ന ഒരു മുടി കിട്ടിയാൽ കുട്ടിക്ക് അവിടെ അൻകളൊക്കെ ചേർത്തുന്നു. ഞങ്ങൾ വാങ്ങാൻ കാരണം ഇല്ലത്തിന് കീറിക്കുന്ന രക്ഷയുടെ കോപ്പിയാണ്. ഈ കുട്ടി മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ എഴുതി കൊടുത്ത് വെച്ചതായിരിക്കും, അല്ലെങ്കിൽ കൊടുത്ത ആൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല. സംഗതി ഉസ്താദ് അങ്ങനെ അർത്ഥം വെച്ചിട്ടില്ല. അതിന് ഞങ്ങളല്ലല്ലോ പറഞ്ഞ, ആ കുട്ടി പറഞ്ഞതാ. ഞാൻ ഉസ്താദിന്റെ സീഡിന്ന് കേട്ട് എഴുതിരിക്കാന്നല്ലോ പറഞ്ഞത്. അതല്ല ഇവിടെ വായിച്ചത്. ഞങ്ങളല്ലല്ലോ പറയേണ്ടത്. നിങ്ങൾ ഉസ്താദിന്റെ തട്ടിപ്പ് ഞങ്ങൾ കാണിച്ചു. അപ്പൊ പറഞ്ഞ് വേറെ കോപ്പിയാണ്. എന്തെങ്കിലും ഒരു പൊടി കിട്ടാൻ കത്തിക്കല്ലോ മോനെ. എന്തിനാണ് ഇതൊക്കെ ഉള്ളത്? പറയാൻ കഴിയും ചോദിക്കേ. എന്ത് കള്ളത്തരം. ചോദിക്കാൻ വേറെ ചോദിച്ചോട്ടെ. അല്ല അവനാദ്യം പറഞ്ഞു കഴിഞ്ഞാണ്, ഞാനിപ്പോ പറയേണ്ട ആവശ്യമില്ലല്ലോ. നീ എന്ത് പറയുന്നത് അത് പറഞ്ഞു. നീ പറഞ്ഞു ഉസ്താദ് ആ ഇന്ത്യക്കൊല്ലൊരു തെറ്റ് പറ്റിയതാണ്. അല്ല ഇതൊരു കാര്യം സഹോദര, ഇത് ഗൗരവമുള്ള കാര്യമാണ്. എന്താണ് പേര് പറഞ്ഞ? നൗഫലോ? സഫ്വാനെ നമ്മളൊക്കെ തെറ്റിയുന്ന ആളുകളായിരിക്കും. നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ വ്യക്തിപരമായിട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ ഇരിക്കുന്ന ആയിരക്കണക്കായ ആളുകളുടെ മുമ്പാകെ നീ ഫതാവൽ കുബ്രയുടെ 4-ാം വാല്യം ഇത്രാം പേജിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ലോകം കണ്ട അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ മഹാനായ ഷാഫിഈ മദ്ഹബിന്റെ മസ്അലയിൽ അവസാനത്തെ വാക്കെന്ന് ലോക ചരിത്രം വിശേഷിപ്പിച്ച മഹാനായ ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങളുടെ പേരിലാണ് നീ ഒരു കളവ് പറഞ്ഞത്. അത് ഇത്ര സങ്കോചത്തോടുകൂടി ഇത്ര നിസ്സാരമായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ നിനക്ക് ആരാ ധൈര്യം പകർന്നു തന്നത്? മഹാനായ ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫതാവൽ കുബ്രയിൽ 4-ാം വാല്യത്തിലെ ഇത്രാമത്തെ പേജിൽ പറയുന്നു എന്ന പേരിൽ, ഇസ്ലാമിക പ്രമാണത്തിന്റെ പേരിൽ ഒരു കള്ളമാണ് നിന്നെ കൊണ്ട് ഇവിടെ വായിപ്പിച്ചത്. അത് വായിപ്പിച്ചത് അവനെ എഴുതി തന്നതാന്നാ നീ പറഞ്ഞത്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞത്. അയാൾക്ക് കിട്ടിയതോ അത് ചെറിയ പറഞ്ഞു കൊടുത്തതാന്നാ. മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ. ശരിയാണ്, റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറയുമ്പോ പിന്നെന്ത് ഹൈതമി? അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ പച്ചക്കള്ളം പറയുന്നവർക്ക് എന്ത് റംലി ഇമാം, എന്ത് ഷാഫി ഇമാം, ചാത്തപ്പനെന്ത് മഹ്ശറ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, അത് എനിക്കൊരു തെറ്റ് പറ്റിയതാണ് എന്ന് പറയാനുള്ള വകുപ്പല്ല ഉള്ളത്. മഹാന്മാരായ ഇമാമിങ്ങളെ കിതാബില് ഈ ജാതി തോന്യാസങ്ങളും നുണകളും പറഞ്ഞിട്ട് പിന്നെ പറയാ അത് എനിക്കൊരു തെറ്റ് പറ്റിയതാണ് കേട്ടോ. അങ്ങനെ പറയരുത് സഹോദര, ദയവ് ചെയ്ത് പറയരുത്. അതുകൊണ്ട് ഈ ജാതി ഇടപെടലുകൾ, ഈ ജാതി തെറ്റിദ്ധരിപ്പിക്കലുകൾ താങ്കളെപ്പോലുള്ള ഒരുപാട് പാവപ്പെട്ട സാധാരണക്കാരായ പ്രവർത്തകന്മാർ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരിൽ സമുദായം ഉണരേണ്ടതല്ലേ? സമുദായം പ്രതികരിക്കേണ്ടതല്ലേ? അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഇനി മാറാനുള്ളൊരു കേസല്ല ഇത്. മനസ്സിലായോ? ഇത് ഇമാമിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്, ദീനുൽ ഇസ്ലാമിനെ ബാധിക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? മോനെ ഒരിക്കലും വിഷമിക്കരുത്. ഈ കാസറ്റ് കേട്ടിട്ടുണ്ടാണെന്ന് ഉസ്താമാർ പറയുമ്പോൾ കേൾക്കും ശരിയായി വെച്ചിട്ടാണ്. ഉസ്താമാർ പല നിലയ്ക്ക് നിങ്ങൾക്കറിയാം. ഈ മുടര വിഷയത്തിൽ തന്നെ നിങ്ങളൊരു അറിയപ്പെട്ട പ്രഭാഷകനുണ്ട് ഫാറൂഖിനെയാണ്. അദ്ദേഹം ചെയ്തത് യാസീൻ സൂറത്തുകൾ ഈ അല്യോമൻ അഖ്തിമെന്ന് ഓദിക്കട്ടെ. യാസീൻ നിനക്കറിയില്ലേ? ഒന്ന് ഓതുമോനെ. അല്യോമൻ അഖ്തിമല അഫ്വാഹിഹിം ആയിക്കൊടുത്ത് അഖ്തിമല അഫ്വാഹിഹിം മുതക്കല്ലിമുന ഐദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്തിബൂൻ. എന്നാ നിങ്ങൾ അന്റെ ഉസ്താദിനെ കേട്ടോ. ഫാറൂഖിനെ നിന്നെ കുറ്റപ്പെടുത്തല്ല, നീ സാധുവാണ്. അത് നോക്കട്ടെ. അവിടെ ഒരാളുടെ കയ്യിൽ നിന്നും മുടിയിട്ട വെള്ളത്തിന് പൈസ വാങ്ങിയിട്ടില്ല. ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ച ചെറുപ്പക്കാരെ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരണ്ടേ മോനെ? ഇത് കെട്ടിയ കൈ റബ്ബിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോ ഈ കള്ളത്തിന് സപ്പോർട്ട് ചെയ്തതിന് അത് വേറെ കോപ്പി കേട്ടോ. അത് മുസാഫിൽ വേറെ പതിക്കുന്നുള്ളതാണ്. മോനെ മനസ്സിലായില്ലേ? കേട്ടില്ലേ? എന്താ ഓതേണ്ടത്? നീ ഒന്ന് എന്താ ഓതേണ്ടത്? ഇമാക്കാനു എങ്ങനെ
എങ്ങനെ ഒന്നിട്ട് ഉസ്താദിന്റെ ഓതിയത് ബിമാ മനസ്സിലാവും ഒന്നിട്ട് കൊടുത്തേ അപ്പൊ ഇനി മുതൽ കാസറ്റ് കേട്ട് എഴുതി വന്നിട്ട് മോനെ ചോദിക്കണ്ട. ഇതിനകത്ത് വയസ്സറിനോട് പറയട്ടോ. മനുഷ്യരായ തെറ്റുണ്ടാകും ഉസ്താദേ, പക്ഷേ അത് ഖുർആനിൽ പറ്റില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളെ കിതാബ് കൊണ്ട് വേണ്ട. നാളെ പടച്ചവന്റെ മുന്നിൽ ചെല്ലണ്ട മോനെ. ഈ നാവൊക്കെ തീരെ വെക്കില്ലേ, കൈ സംസാരിക്കില്ലേ, ആ കാലുകൊണ്ട് സാക്ഷി നിൽക്കില്ലേ, എന്റെ അർത്ഥം പോലും മാറ്റിവെച്ചില്ലേ, അറിയാതൊരു പദം ഓതിയതാണെങ്കിൽ സമ്മതിക്കാം. ഉസ്താദ് കണ്ടോ, ഓതിയതിനാണ് അർത്ഥം വെക്കുന്നത്, കേട്ടോ മോനെ. ഈ കള്ളത്തിന് സപ്പോർട്ട് ചെയ്തതിന് കളവ് പറഞ്ഞതിന്റെ സാക്ഷികളോ ഏതിനാർത്ഥം വെക്കുന്നത് ബിമാക്കാനോ യക്ദിബൂനെന്ന് അറിയാതെ ഓതിയതല്ല. ഓതിയതിനല്ലേ അർത്ഥം വെക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ. ഏതുപോലെ നേരത്തെ ചെറിയ ഉസ്താദ് പുസ്തകം നോക്കിയിട്ട് കിതാബിന്റെ പേജ് നോക്കിയിട്ടാ വായിച്ചത്. എന്ത് വായിച്ചു? ഇന്നഹാ. മോനെ നീ പാവമാ, നീ എന്നോട് ക്ഷമിക്കണം, നീ പാവമാ, നിന്നെ ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ശരി ശരി. السلام عليكم. الحمد لله والصلاة والسلام على خير رسول الله وعلى آله وصحبه أجمعين. أما بعد. എന്റെ ചോദ്യം ആ പേര് പറയാൻ നൗഫൽ കാളാട്. ഞാൻ ഒരു SSF അനുഭാവിയാണ്. മെമ്പർഷിപ്പ് ആക്കണ്ടേ? അപ്പോ ദർസ് പഠിക്കാം. തിരങ്ങാട് നടുവിൽ. അപ്പോ എന്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്ക് ബർക്കത്തെടുക്കണമെങ്കിൽ അതിനേക്ക് സനദ് വേണം എന്ന ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറുവിഭാഗം നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് കിതാബിയായിട്ട് നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത് എന്ന് പറഞ്ഞാലേ ഞാൻ പറഞ്ഞില്ല എന്നല്ലേ ഇപ്പോ മറുപടിയിലുണ്ട്. മറുപടി അതിന് ഞങ്ങൾ പറയേണ്ട അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മറുപടി പറയില്ല. നമ്മൾ പറയണ്ട. പറയുമ്പോൾ പോൽക്ക് ഇമാമ് പോരാ മതിയാക്കിയിരുന്നല്ലോ, വലിയ ആലിമല്ലേ കൊടുക്കും. സെനത് കൊണ്ടാണ് നമ്മളിപ്പോ ഈ സഖാഫികൾക്ക് സെനത് കൊടുക്കുന്നത്. അവർ പഠിച്ചതിലുള്ള സെനത് കൊടുക്കുന്നത് ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയായത് കൊണ്ടാണ്. ആരാ പറയുന്നത്? അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പറഞ്ഞു ഇന്നമദ്ദീനു ബിൽ ഇസ്ലാം ഔ ബിൽ അസ്ലാം. അതെന്തിനാ തലി പറയണത്? കേവലം ദീനി വിഷയത്തല്ല. ഈ മുടി കൊടുക്കുമ്പോ കേവലം മുടി കൊടുത്താൽ പോരാ, സനത് കൊണ്ട് സ്ഥിരപ്പെടണമെന്നത് ബോധ്യപ്പെടുത്താൻ ഇതാ സനതാണ് വായിക്കുന്നു പറയാൻ. പക്ഷെ വായിച്ച സനതല്ല. അതിന് പേരുസ്താ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഉസ്താദേ സനതല്ല, അത് ബാപ്പ 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 ഇങ്ങനെ പോണ ആ പരമ്പരയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് പേരോട് പറഞ്ഞത് അത് സനതല്ല, അതിനെന്താ പറയാ, നസബ. ഈ ക്ലിപ്പൊക്കെ ഞങ്ങൾ പോയിട്ട് എടുത്തു വെച്ചാണ്, തട്ടിക്കുടി പുറത്ത് കൊണ്ടുവരാം. അപ്പോ ഉസ്താദ് മർക്കസ് സമ്മേളനത്തിൽ ഔദ്യോഗികമായിട്ട് അവിടെ സഖാഫിമാർക്ക് സനത് കൊടുക്കുമ്പോൾ പ്രസംഗിക്കുന്ന പ്രസംഗമാണ് എന്ന് പറഞ്ഞാൽ സമുദായത്തിൽ ഫത്വ കൊടുക്കേണ്ട അതിന് യോഗ്യതപ്പെട്ട ആളുകളാണ്, യോഗ്യതപ്പെടേണ്ട ആളുകളും പെട്ട ആളുകളുമാണ് അവിടെ ഉള്ളത്. അപ്പൊ ഉസ്നു പറയേണ്ട ആളുകളായതുകൊണ്ട് ഓരോ വിഷയത്തിൽ സനത് വേണം. എന്നാൽ ഇവിടെ ബർക്കത്തെടുക്കുന്നതിന് സനത് വേണോ? നിങ്ങൾ ഉസ്താദ് പറഞ്ഞതല്ല നിങ്ങൾ തെളിവ് തിരിക്കേണ്ടി. കാരണം എന്തുകൊണ്ട് ഇവിടെ
നിങ്ങൾ ബർക്കത്തെടുത്താലും പാടില്ല, നിങ്ങൾ ഊതി പാർപ്പിച്ചാലും പാടില്ല. ഇവിടെ ഒരു കേശത്തെ റസൂലിൻ്റെതാണെന്ന് നബിയിലേക്ക് ചേർത്തി പറയാൻ, എന്നിട്ടല്ലേ പിന്നെ ബർക്കത്തിന്റെ കാര്യം. ഷെയർ മുബാറക് ആവണ്ടേ ബർക്കത്തെടുക്കാൻ? ഒരാള് വന്നിട്ട് പറയാ, ഇതാ ഈ തരീഖത്ത് ഇത് റസൂലുള്ളാന്റെ ആണ്, തലക്ക് സുഖല്ല എന്നല്ലാതെ ഇതെന്താ നിങ്ങളെ കുട്ടിക്കളിയാ? ലൗലൽ ഇസ്ലാം, നബിയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അഹ്കാമിന്റെ മദിനയാണ്. പഠിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കേൾക്കൂ സഹോദര, നേരത്തെ കച്ചവടത്തിന്റെ നിർവചനം ഫത്തുൽമി ഓതാതെ വന്ന ആൾക്കാരാ. പഠിപ്പിച്ചരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന നബിയുടെ വാക്ക്, നബിയുടെ പ്രവർത്തനം, നബിയുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ, ഇതെല്ലാം അഹ്കാമിന്റെ ഉറവിടങ്ങളാണ്. പഠിച്ചോ? ഒരു മുജ്തഹിദായ ഇമാമിന്റെ മുമ്പാകെ നിങ്ങൾ കൊണ്ടുവന്ന ആ 1 മീറ്റർ നീളമുള്ള മുടി ഉണ്ടല്ലോ, ആ മുടി ഷാഫി ഇമാമിന്റെ മുമ്പാകെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ആ മുടി നോക്കിയിട്ട് ഇസ്ലാമിന്റെ ഒരുപാട് മതവിധികൾ ഷാഫി ഇമാം കിതാബിൽ എഴുതി വെക്കും. ബാജൂരിയുടെ ശറഹു ശമായിലൊക്കെ ഒന്ന് വായിച്ചോണ്ടു. നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ ഉസ്താദിനെ കൊണ്ടൊന്ന് വായിപ്പിച്ചോണ്ടു. ഞങ്ങളിതൊക്കെ പഠിച്ചിട്ടും ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടും ഇടപെട്ടിട്ടുള്ളത്. ഇൽമുൽ ഹദീസിന്റെ ഉസൂല് സമഗ്രമായി പഠിച്ചതിന് ശേഷമാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ് എന്ന് AP പറഞ്ഞ വാക്കുണ്ടല്ലോ, ഏതെങ്കിലും ഒരു കിതാബിൽ അത് കാണിച്ചു തരാൻ കഴിയോ? എവിടുന്ന AP ആ വാക്ക് കിട്ടിയത്? വലിയ സമസ്തന്റെ സെക്രട്ടറി അത്ര, അഖിലേന്ത്യന്റെ സെക്രട്ടറി അത്ര. ഇല്ലാത്ത വാക്ക് വായിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് ഈ മുടി എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഇമാമിങ്ങൾ പറയുന്നുണ്ട് റസൂലുള്ളാഹിന്റെ തലപ്പാവിന്റെ നീളം വീതിയും പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരാളുടെ തലപ്പാവിന്റെ നീളം വീതിയും ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ള മതവിധികൾ നമ്മുടെ ഫിഖഹിന്റെ കിതാബുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ പറയാണ്, ഈ തലപ്പാവ് റസൂലുള്ളാഹിന്റേതാണ് എന്ന് നിങ്ങൾ മുമ്പാകെ പറഞ്ഞാൽ നിങ്ങൾ സാധാരണക്കാരാണ്. ഒരു മുജ്തഹിദായ ഇമാമിനാണ് ഇത് കിട്ടുന്നതെങ്കിൽ അദ്ദേഹം ഇത് നോക്കിയിട്ട് പറയും, അപ്പോൾ ഇത്ര മീറ്റർ നീളം വേണം, ഇത്ര മീറ്റർ വീതി വേണം, അത് സുന്നത്താണ്. നിങ്ങളെ വിചാരം എന്താ ഷെയർ മുബാറക്കിൽ നിന്ന് അഹ്കാം ഉണ്ടാവില്ല എന്നാ? എവിടുന്നാ ഇവർക്കൊക്കെ ബിരുദം കിട്ടുന്നത്? ഷെയർ മുബാറക്ക് വെള്ളം കുടിക്കാൻ മാത്ര? ഷെയർ മുബാറക്ക് കൊണ്ട് വെള്ളം എങ്ങനെ കുടിച്ചോളൂ നിങ്ങള്? ഞങ്ങൾക്ക് അതിൽ നിന്ന് ഹുക്കുമ് പറയാണ്ടുണ്ട്. ഇത്ര മീറ്റർ വലിപ്പമുള്ള ഈ ചെമ്മാട് ഭാഗത്ത് നിന്ന് വിനീതനായ ഞാൻ പാണ്ടിക്കാട് ദർശനം നടത്തുന്ന കാലത്ത് ചെമ്മാട് ഭാഗത്ത് നിന്ന് SKSന്റെ കുറച്ച് കുട്ടികൾ എന്റെ അടുക്കൽ വന്നു. അന്ന് ഈ വിഷയം ഒന്നും അത്ര വിവാദമായിട്ടില്ല. ആ കുട്ടികൾക്ക് കേട്ടിട്ട് ചെറുപ്പക്കാരായ നാടന്മാര് കുട്ടികൾ എന്നോട് പറയണം, ഉസ്താദെ അങ്ങനെയാണ് ഞങ്ങളും മുടി നീട്ടട്ടെ. എന്നോട് ചോദിച്ചതാ. നമ്മുടെ നിഷ്കളങ്കരായ SKSന്റെ പ്രവർത്തകന്മാർ എന്നോട് ചോദിച്ചതാ, മർക്കസിൽ മുടിയില്ലേ, ആ മുടിക്ക് സനതൊക്കെ വായിച്ചിട്ടുണ്ട് അത്രേ, ഉസ്താദ് അത് അറിഞ്ഞോ? ഞാനും പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ആ മുടിക്ക് ഒരുപാട് നീളമുണ്ടെന്നാ പറയുന്നത് കേൾക്കുന്നത്. ആ മുടി ഹസ്രജിയുടെ അടുക്കൽ ഒരുപാട് നീളമുള്ള മുടി ഉണ്ട് അത്രേ. എന്നാ ഞങ്ങളും ഇനി മുടി നീട്ടട്ടെ സന്ധി വരെ എന്നോട് ചോദിച്ചതാ. പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകളിൽ വഞ്ചന നടത്താൻ സമസ്ത ഉള്ള കാലത്തോളം അനുവദിക്കുകയില്ല. എന്നിട്ടൊരു ബറക്കത്തെടുക്കാൻ സനത് നിങ്ങളെ തബർ നിങ്ങൾ ഊതി പാർപ്പിച്ചാൽ ഞങ്ങൾക്ക് എന്താ? അഹ്കാമെന്ന് അറബി പറഞ്ഞാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം. അതൊക്കെ ഓതി പഠിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ പറഞ്ഞത് ഹലോ, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഷഹർ മുബാറക്കിനിക്ക് ബറക്കത്തെടുക്കാനും മറ്റും സനദുവാണെന്നപ്പോ പറഞ്ഞത്. ആകയാൽ ഞാൻ ചോദിക്കണം എന്താ വെച്ചാൽ, അലാമ ഖീല എന്ന് പറഞ്ഞിട്ടും ബഹുമാനപ്പെട്ട മുടി എന്ന് തുടങ്ങിയിട്ടല്ലേ അവിടുത്തെ ഇബാറത്തുകൾ വന്നത്. അപ്പോ അത് ബഹുമാനിക്കപ്പെട്ട അതിന് മുന്നേ സനദ് ചോദിച്ചതായിട്ട് നമ്മൾ ചരിത്രം കാണുന്നില്ല. അപ്പോ അവിടെ ആ ഒരു മുടി അലാമ ഖീല ആയപ്പോൾ തന്നെ ചോദിച്ചു, എന്താ സഹോദര അലാമ ഖീല പറഞ്ഞാല്? പറയപ്പെട്ട മുടി. പറയപ്പെട്ടോണ്ടെന്താ കുഴപ്പം?
പറയപ്പെട്ടാല് വൈദാ ഖീല ലഹും വൈദാ ഖീല എന്ന് പറയും. കേൾക്കൂ. വൈദാ ഖീല ലഹും തഫസ്സഹു ഫിൽ മജാലിസി ഫസ്സഹു. മജ്ലിസുകളിൽ വിശാലം ചെയ്യുവിനെന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ അത് സ്വീകരിക്കുവിൻ. പറയപ്പെട്ടത് കൊണ്ട് അത് ഒരു സനദില്ലാത്ത അംഗീകാരമില്ലാത്തതാണ് എന്നാണോ? മജ്ഹൂലാക്കിയാൽ അങ്ങനെ അർത്ഥമുണ്ടോ? എവിടുന്ന് കിട്ടിയതാണ് മൂല്യരെ? മൈക്കിഞ്ഞു കൊടുക്കുക. ഞാൻ പറയട്ടെ, ഇവർക്ക് ഈ പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾ ഇവർ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? അലാമ ഖീല എന്ന് ഫതാവൽ കുബ്രയിൽ പറഞ്ഞതുകൊണ്ട് ആ മുടിക്ക് സനദില്ല എന്ന്. എവിടുന്ന് കിട്ടിയത്? അലാമ ഖീല എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധപ്പെട്ട ഒരു മുടിയുടെ, അത് ആരാ കൊണ്ടുവന്നത്? അത്രയും പ്രസിദ്ധമായ മുടിയായതുകൊണ്ട് അതിന്റെ ഫാഇൽ പറഞ്ഞു കൊള്ളണമെന്നില്ല എന്ന് വരുത്താൻ വേണ്ടിയാണ് ആ വാചകത്തെ മജ്ഹൂലാക്കിയിട്ടുള്ളത്. നായിബ് ഫായിലിന്റെ അധ്യായം അൽഫി വായിച്ചാൽ മതി, മനസ്സിലായോ? അലാമ ഖീല എന്ന് പറഞ്ഞ ഒരു തെളിവില്ല എന്നർത്ഥം. ആരാണ് അങ്ങനെ അർത്ഥം വെച്ചത്? അലാമ ഖീല എന്ന് പറഞ്ഞാൽ തെളിവില്ലാത്ത മുടി എന്ന അർത്ഥം ആരാ വെച്ചത്? നിങ്ങളെ സമസ്ത മുശാവറയിൽ ആര് വെച്ചാലും അത് തെറ്റാണ്. ആ അർത്ഥം അതിനില്ല. തെറ്റായ അർത്ഥം വെച്ചിട്ട് മുതഅല്ലിമീങ്ങളെ തെറ്റി പഠിപ്പിച്ചിട്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടി വിടുക. അതുകൊണ്ട് എന്റെ സഹോദര, ഫതാവൽ കുബ്രയിലെന്നല്ല, ലോകത്തുള്ള ഒരു കിതാബിലും തന്നെ തെളിവില്ലാത്ത വ്യാജമുടിയെ സംബന്ധിച്ച് അത് അംഗീകരിക്കണമെന്ന് ഒരു കിതാബിലും ഒരു പണ്ഡിതനും പറഞ്ഞിട്ടുമില്ല. അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നിങ്ങൾ സത്യം മനസ്സിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, അവസരം കൊടുത്തില്ല എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. കാരണം നേരത്തെ നമ്മൾ കസരോട് ഇട്ടിട്ടിരുന്നു. എപ്പോ ആര് വന്നാലും നമ്മൾ എന്റെ പ്രസംഗത്തിന് പറഞ്ഞു, വന്നുടനെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. അവസരം കൊടുത്തില്ല എന്ന് ഒരിക്കലും പറഞ്ഞു. നമ്മൾ അവസരം തന്നു, വന്നവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലും വേറെ അവസരം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബലാമാക്കിയൊക്കെ നിസ്കാരം മറ്റേനോർത്ത് പോകേണ്ടി വരും. നിങ്ങളെ ഉസ്താദിനെ വിളിച്ചോളി, ഞങ്ങൾ വരാം. ഞങ്ങളെ വലിയ ഉസ്താദ് ഞങ്ങൾ ഈ കുട്ടിയോട് വരാം. നിങ്ങളെ ഉസ്താദിനെ കൊണ്ടുവരുന്നത് ചെയ്യാറുണ്ടോ? ഇവിടെ വെച്ചിട്ടുണ്ടാവാം. തിരൂരങ്ങാടി വെച്ച് വേണോ? തിരൂരങ്ങാടി വെച്ചാവാം. നിങ്ങൾ ഉസ്താദുണ്ടോ? ഞങ്ങൾ റെഡിയാണ്. ഇവിടെ വെച്ചാണോ? ഇവിടെ വെച്ചാവാം. എവിടെ വെച്ച് ഞങ്ങൾ തയ്യാറാകണേ. ഈ കാണുന്ന സമുദായത്തിൽ നിന്നല്ല, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നിങ്ങളെ പൊള്ളത്ര ഇപ്പോൾ സമുദായം മനസ്സിലാക്കിയിരിക്കുകയാണ്. അള്ളാഹു അവർക്കെല്ലാം നല്ല ബുദ്ധി കൊടുക്കുമാറാവട്ടെ. അവർ പോയിക്കോട്ടെ, അവരെ ഒന്നും ശല്യപ്പെടുത്തരുത്, ആരും പ്രയാസപ്പെടുത്തരുത്. എല്ലാവരും നല്ല നിലക്ക് അവർ പോകാൻ അവസരം സെറ്റിച്ചു കൊടുക്കണം. ഒരു ബുദ്ധിമുട്ട് അവരെ ചെയ്യരുത്. അവർ നല്ല നിലക്ക് വന്നവരാണ്. ചോദിക്കാൻ നമ്മൾ അവസരം കൊടുത്തു. അവർ മാന്യമായി ചോദിക്കാനുള്ള അവസരം നമ്മൾ കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭത്തിൽ സ്വീകരിക്കും. എല്ലാവരും മൂന്ന് സ്വലാത്തില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യകാഫി മസീദാ.